Hi friends, today we are going to discuss our last unit. അതെ നമ്മുടെ 5th യൂണിറ്റ് ആണ്. 5th യൂണിറ്റ് നോക്കാം. റേ ഓഫ് ഹോപ്പ് അല്ലേ? എന്താണ് പ്രതീക്ഷയുടെ കിരണം, എന്താണ് പ്രത്യാശയുടെ കിരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി അല്ലെ, നിങ്ങൾക്കൊക്കെ ഫാമിലി ഉണ്ടാവും അല്ലെ. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് മോറൽസും ഒരുപാട് പ്രതീക്ഷകളൊക്കെ അവിടെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, അവരിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലെ. അതുപോലെ അവർക്കും എന്തുണ്ട്, നമ്മളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനാണെങ്കിലും, ഏതൊരു കുട്ടിക്കാവട്ടെ, യങ്സ്റ്റേഴ്സ് ആവട്ടെ, ചിൽഡ്രൻസ് ആവട്ടെ, ആർക്കാണെങ്കിലും ഉണ്ടാവും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും ലൈഫിൽ അല്ലെ. ആ പ്രതീക്ഷകളൊക്കെ അവർക്ക് എല്ലാവർക്കും അത് സക്സസ് ആയിക്കൊള്ളുന്നില്ല. ചില ആളുകളുടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നും നടക്കാതെ വളരെ നിരാശകരമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന കുട്ടികളും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഹോപ്പുകളുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, വളരെയധികം എന്താ പറയാ, ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് വരാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ പ്രോസ്. ഈ ഒരു യൂണിറ്റിൽ വരുന്നത് നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ വാങ്ക, ദെൻ ആന്റൺ ചെക്കോവിന്റെ, ദെൻ കാസ്റ്റ്വേ രവീന്ദ്രനാഥ് ടാഗോർ ഒരു പോം വരുന്നുണ്ട്. മദേഴ്സ് ടു സൺ ജെയിംസ് മേഴ്സിന്റെ ഒരു പോമാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണുള്ളത്. നമുക്ക് നോക്കാം. 3 ചാപ്റ്റർ അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വാങ്ക എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിനു മുമ്പായിട്ട് ഒരു ചെറിയൊരു മെസ്സേജ്, നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയുടെ ഒരു ചെറിയ മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. നോക്കാം. യു മസ്റ്റ് നോട്ട് ലോസ് ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി. നിങ്ങൾ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഹ്യൂമാനിറ്റി ഈസ് ആൻ ഓഷ്യൻ. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമുദ്രമാണ് മക്കളെ. If a few drops of ocean are dirty, the ocean does not become dirty. Okay, ആ സമുദ്രത്തിൽ ഒരു 2-3 തുള്ളി അല്ലെങ്കിൽ 1-2 തുള്ളി മലിനമായാൽ, ആ സമുദ്രം 2-3 തുള്ളി കൊണ്ട് മലിനമായാൽ ഒരിക്കലും the ocean does not become, ആ ഓഷ്യൻ മുഴുവൻ, ആ സമുദ്രം മുഴുവൻ മലിനമാകുകയില്ല. ഉണ്ടോ? നിങ്ങളൊരു കടലിലോട്ടോ ഒരു സമുദ്രത്തിലൊക്കെ ഒരു 2-3 തുള്ളി, ഒരു കപ്പ് മലിനജലം അതിലോട്ട് ഉറ്റിച്ചു കഴിഞ്ഞാൽ ആ സമുദ്രം മുഴുവൻ മലിനമാകുമോ? ഒരിക്കലുമില്ല. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മനുഷ്യത്വത്തിൽ നിങ്ങൾ ഒരിക്കലും എന്താവരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇതാണ് പറഞ്ഞു വരുന്നത് മഹാത്മാഗാന്ധി. നോക്കാം. ഇനി അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് ഡു യു തിങ്ക് ആർ ദ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡേർട്ട് ഇൻ ദ ഓഷ്യൻസ് ഹ്യൂമാനിറ്റി അല്ലെ. അതിൽ ഗാന്ധിജി പറയുന്നുണ്ടല്ലോ 2-3 തുള്ളി അല്ലെങ്കിൽ ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡേർട്ട് അല്ലെ, ചെറിയ ഡ്രോപ്സ് ഓഫ് ഡേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനത്തിന്റെ കുറച്ച് തുള്ളികൾ എന്ന് ഹ്യൂമാനിറ്റി ആയിട്ടുള്ള ഓഷ്യനിൽ എന്ന് പറയുന്നുണ്ടല്ലോ. ആ എന്താണ് ആ മലിനത്തിന്റെ എന്ന് പറയുന്നത്? നോക്കാം. മാലിന്യം എന്ന് എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്? A few drops of dirt refers to negative aspect of the human behavior and the societal issues that harm others. എന്താണ് മക്കളെ? നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യരുടെയൊക്കെ ഒരു തരം സ്വഭാവങ്ങളുണ്ട് അല്ലെ, ഒരു നെഗറ്റീവ് സ്വഭാവം ഇപ്പൊ കൂടുതലാണ് അല്ലെ. ആളുകൾക്ക് എന്തിനാണ് പരസ്പരം വെട്ടിക്കൊല്ലണമെന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ അറിയില്ല. ചിലപ്പം നമ്മൾ പേപ്പറിലൊക്കെ കാണാറില്ല, വീഡിയോയിലൊക്കെ കാണാറുണ്ട്. കാറങ്ങ് പോകും, അടുത്ത കാറങ്ങ് പിന്നാലെ വെട്ടിക്കൊല്ലും അല്ലേ. ചിലപ്പോ റോഡ് ക്രോസ് ചെയ്യുന്നതിന്റെ മുമ്പിൽ, ബ്രേക്ക് ചെയ്യുന്നതിന്റെ മുമ്പിൽ ഒരാൾ ക്രോസ് ചെയ്യുന്നതിന്റെ വർത്താനം പറഞ്ഞ് അവിടെ കൊലയായി അല്ലെ. അപ്പൊ എന്തിന് മനുഷ്യരുടെ ബിഹേവിയർ ഭയങ്കര വൾഗർ ആയിട്ടുണ്ട്. അതുപോലെ സൊസൈറ്റിയിൽ ഇഷ്യൂസ് ഉണ്ട്. അതും തന്നെ ഈ പറഞ്ഞമാതിരി പല പല വർഗീയതയും പല പല പ്രശ്നങ്ങൾ പരസ്പരം മനുഷ്യർ തമ്മിലുള്ള മതപരമായിട്ടായാലും ഒക്കെ പരസ്പരമുള്ള ഒരു പ്രോബ്ലംസ് സമൂഹത്തിലുള്ള. അതുപോലെ ഹ്യൂമൻ ബിഹേവിയർ പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മള് താഴ്ന്ന ജാതിക്കാര് വലിയ ജാതിക്കാര് നമ്മളുടെ വ്യത്യാസം, മോള് വലിയ ജാതിയിലുള്ള ആളെ സ്നേഹിക്കുകയാണെങ്കിൽ പോയി വെട്ടിക്കൊല്ലുന്ന, ഇങ്ങനെ പല രീതിയിലുള്ള മനുഷ്യന്റെ വൾഗറായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ട് അല്ലെ. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഡേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഡേറ്റിന് ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പഞ്ഞുമല്ല. അതിൽ കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട്. കറപ്ഷൻ അല്ലെ, അഴിമതി. ഓക്കെ, എവിടെ അഴിമതി അല്ലെ? അഴിമതി ഇല്ലാത്ത സംഭവമല്ല. നമ്മളൊക്കെ ഇപ്പൊ പണ്ടത്തൊക്കെ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലതും നേടിത്തരാനും നമ്മുടെ പല അവകാശങ്ങൾ നേടിയെടുക്കാനും പല കാര്യങ്ങൾക്കും ആയിരുന്നു. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മയിൽ വരെ കറപ്ഷൻ എന്നൊക്കെ ആയിരിക്കും അല്ലെ. അപ്പോ അത് ആ മേഖലയിൽ എല്ലാ പല സ്ഥാപനങ്ങളിലും പല സമയത്ത് നമ്മൾ കേൾക്കുന്ന വേർഡാണ് അഴിമതി നടന്നു അല്ലെ. അഴിമതിക്ക് വല്ല പഞ്ഞൊന്നുമില്ല അല്ലെ. ഇപ്പൊ ദെൻ വയലൻസ് ആൻഡ് ക്രൈം അല്ലെ. വയലൻസും ക്രൈമും ഞാൻ പറഞ്ഞ പോലെ വെട്ടലും കുത്തലും കൊലയും മാത്രമുള്ള വലിയൊരു പ്രശ്നം. ഇൻടോളറൻസും ഹൈറ്റഡ് എന്നത് കമ്മ്യൂണിസ്റ്റ് പരസ്പരം അസഹിഷ്ണുതയും ആളുകൾക്കിടയിൽ
മതപരമായിട്ടാണെങ്കിൽ പല രീതിക്ക് പല വംശീയതയിലൊക്കെ ഉള്ള പ്രോബ്ലംസ് അല്ലെ. ദെൻ അൺടച്ചബിലിറ്റി ഒക്കെ ഉണ്ട്, തൊട്ടുകൂടായ്മയൊക്കെ. ദെൻ ചൈൽഡ് ലേബർ അല്ലെ, ബാലവേല, ഹരാസ്മെന്റ് ഓഫ് വുമൺ, സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് അല്ലെ നമ്മൾ ഡെയിലി കാണുന്നതാണ് പീഡനങ്ങളും കൊലകളും ഒക്കെ. ദെൻ എൻവയോൺമെന്റ് ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ദ ഗ്രീഡ്, മനുഷ്യന്റെ ആർത്തി കൊണ്ടുണ്ടാവുന്ന പരിസ്ഥിതി നശിപ്പിക്കൽ, അത് വേറെ ഉണ്ട് അല്ലെ, മണ്ണിടിക്കുന്നു, പൊളിക്കുന്നു, കെട്ടിടങ്ങൾ കയറ്റുന്നു, ഇങ്ങനെ പല രീതിയിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡേർട്ട് വരുന്നത്. ക്ലിയർ? Then second question, can we consider child labor and racism as a drops of dirt? അല്ലെ, ഈ drops of dirtല് ചൈൽഡ് ലേബർ അല്ലെ എന്താണ്, കുട്ടികളെ കൊണ്ടുള്ള ബാലവേലയും റേസിസം വംശീയതയും അതിൽ പെടുമോ എന്നാണ് ചോദ്യം. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അത് രണ്ടും അതിൽ പെടുമെന്ന് പറയുന്നുണ്ട്. യെസ്, ചൈൽഡ് ലേബർ ആൻഡ് റേസിസം ആർ ദ സിഗ്നിഫിക്കന്റ് ഡ്രോപ്സ് ഓഫ് ഡേർട്ട് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ചൈൽഡ് ലേബർ എന്താ ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ചിൽഡ്രൻ ഫോർ പ്രോഫിറ്റ് ആൻഡ് ലേബർ ഡിനീസ് ദ ബേസിക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, സേഫ്റ്റി, ചൈൽഡ്. ആളുകൾ അവരുടെ കൊള്ളലാഭങ്ങൾക്കും അതുപോലെ തൊഴിലാളികൾക്ക് വെച്ച് കഴിഞ്ഞ് നല്ല പൈസ കൊടുക്കാം. അപ്പൊ ഈ കുട്ടികളെ കാണുമ്പോൾ അത് വേണ്ട അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ യൂസ് ചെയ്യാണ്. അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഷെൽട്ടർ, പ്രൊട്ടക്ഷൻ, അവരുടെ ഈ ഒരു ചെറിയ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന അവരുടെ ജീവിതമൊക്കെയാണ് കേട്ടോ. Racism, discrimination based on the race of the ethnicity fosters hatred and inequality undermine the principles of unity and respect. അല്ലെ, റേസിസം പറഞ്ഞാൽ എന്താ, വംശത്തിന്റെ പേരിൽ. ഇപ്പൊ ഇല്ല, നമ്മുടെ ക്ലാസ്സിലൊന്നും നമ്മൾ അങ്ങനെയൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എപ്പോഴും ചില കാര്യത്തോടടുക്കുമ്പോ ആളുകൾക്കൊരു മതവും കാസ്റ്റും, അത് താഴ്ന്ന ജാതി, അതിലും താഴ്ന്ന ജാതിയാണ്, നമ്മളെ പെട്ടതാണെങ്കിൽ പോലും അതിലും താഴ്ന്ന ജാതിക്കാരനാണ്, അതിലും താഴ്ന്ന ജാതിയാണ്. അങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ മാരേജിന്റെ കേസിലൊക്കെ വരുമ്പോ ഇപ്പോഴും ആളുകൾ നോക്കാറുണ്ട് അല്ലെ. കാര്യത്തോട് അടക്കുമ്പോൾ റെസിസം ഒക്കെ എല്ലാവരിലോട്ടും വരുന്നുണ്ട്. ഇനി അതും ഒട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഒരുപാടുണ്ട്. നമുക്കൊക്കെ പിന്നെയും ഓക്കെയാണ്. പക്ഷെ ഒട്ടും വിദ്യാഭ്യാസപരമായിട്ട് കുറെ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. അവിടെ ഇത് നന്നായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. Then third one, what can we do not cleanse the oceans of humanity? അല്ലെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമല്ലോ അല്ലെ. ഇങ്ങനെയുള്ള ഡേറ്റൊക്കെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ടു അഡ്രസ് ക്ലീൻസ് ഓഫ് ഡേറ്റ് ഹ്യൂമാനിറ്റി വി ക്യാൻ പ്രൊമോട്ട് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതനുസരിച്ച് ആളുകൾക്ക് ഇപ്പൊ പണ്ട് കാലഘട്ടത്തിലും ഉള്ള ഒരു വിദ്യാലയങ്ങൾ പോയാൽ കാണാം. ഇപ്പോ അന്ന് തന്നെ ബ്രാഹ്മൺസ്, നായന്മാര്, മുസ്ലിംസ്, അവര് SC/ST ഒക്കെ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങളൊക്കെ കാസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാ, ആളുകൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങി അല്ലെ. അപ്പൊ വിദ്യാഭ്യാസം കിട്ടുന്നതനുസരിച്ച് ആളുകൾക്ക് നേരം വെളുക്കും പറയുന്ന പോലെ. അപ്പൊ പ്രൊമോട്ട് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, എൻഷുർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ഇഗ്നോറൻസ് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ സോഷ്യൽ ഇഷ്യൂസ് അല്ലെ. അപ്പൊ അതൊന്നും നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈൻസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ദെൻ ഫോസ്റ്റർ ദ എംപതി അല്ലെ, സിമ്പതി അല്ല, നമുക്കൊരാളോട് പാവം തോന്നുക അല്ലെ, അദ്ദേഹത്തിന് അവരുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ പോലെ കണ്ടിട്ട് നമുക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് എംപതി എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് ദയ, കൈൻഡ്നെസ്, ടോളറൻസ്, മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, ദയ, സഹനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഫോസ്റ്റർ എംപതിയിലൂടെ ചെയ്യാൻ കഴിയും. സ്ട്രെങ്തൻ ലോസ് ആൻഡ് ഇൻഫോർമേഷന്റെ ഇതിനൊക്കെതിരെ അത്യാവശ്യം നിയമങ്ങളും വേണം, അല്ലെങ്കിൽ ആരും എന്തും കയറി അറിയുന്ന അവസ്ഥയായി അല്ലെ. അപ്പൊ അതൊന്ന് സ്ട്രോങ് ആക്കി കൊടുക്കുക. സ്ട്രിക്ട് ലോസ് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബറും ഡിസ്ക്രിമിനേഷനും ഇൻജസ്റ്റിസിനും ഒക്കെ എതിരെ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക കേട്ടോ. ദെൻ അടുത്തത് എൻകറേജസ് ആക്ടിവിസം ആൻഡ് പാർട്ടിസിപ്പേഷൻ അല്ലെ, അതിലൊക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ലെഡ് ബൈ എക്സാമ്പിൾ അല്ലെ, ഉദാഹരണങ്ങളായിട്ട് മാറുക. കൈൻഡ്നെസ്സും കമ്പാഷനും ഡെയിലി ഇൻസ്പെക്ട് നമ്മുടെ ലൈഫിൽ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഓരോന്ന് കൈൻഡ്നെസ് കാണിച്ചിട്ടും എല്ലാ രീതിയിലും നമ്മൾ തന്നെ എന്താവുക, ഒരു സമൂഹത്തിൽ ഇറങ്ങി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്തായി മാറും, പ്രചോദനമായിട്ട് മാറും. ക്ലിയർ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകാം നമ്മുടെ ചാപ്റ്ററിലോട്ട് അല്ലെ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലൈഫിൽ അവന് കിട്ടേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവന് നിഷേധിക്കപ്പെടുന്ന അല്ലെ, ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന, ഷെൽട്ടർ അല്ലെ, അവന്റെ ഫാമിലിയിലായിട്ടുള്ള അവൻ ആ ഒരു ഇതുണ്ടല്ലോ പ്രൊട്ടക്ഷൻ, അത് നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും
ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണ് വാങ്ക. ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നിങ്ങൾ ഇനി എത്രത്തോളം പഠിച്ചാലും ഏജ്ഡ് ആയാലും നിങ്ങളുടെ മൈൻഡിൽ ഇതാ ഈ ഒരു പേരും ഇങ്ങനെ ഒരു കുട്ടിയുടെയും മനസ്സിൽ അങ്ങ് കോറിയിടുമെന്ന് പറയുന്ന പോലെയാണ്. അതാണ് ഈ റൈറ്ററുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ സ്റ്റോറികളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ആയത്തിലോട്ട് അങ്ങ് കയറിപ്പോകും. ഇത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ബോയിയെ നമ്മുടെ മുമ്പിൽ കാണുകയും അവന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടും എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ 10th എത്ര ചാപ്റ്റർ പഠിച്ചു പോയിട്ടുണ്ടെങ്കിലും വാങ്ക എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും ആ ഒരു പേരും നിങ്ങൾ ഒരിക്കലും മറക്കില്ല. സോ നമുക്ക് നോക്കാം വാങ്ക. ഓൾ ചിൽഡ്രൻസ് ഹാവ് റൈറ്റ്സ്. എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അല്ലെ? നോ മാറ്റർ ഹൂ ദേ ആർ, അവരാരാണ് എന്നുള്ളതൊരു വിഷയമല്ല. വേർ ദ ലീവ്, അവരെവിടെ ജീവിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. ആ കുട്ടികൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. വാട്ട് ദിയർ പാരന്റ്സ് ഡു, അവരുടെ പാരന്റ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളതും വിഷയമല്ല. വാട്ട് ലാംഗ്വേജസ് ദേ സ്പീക്ക്, അവരുടെ ഭാഷ, അവർ സംസാരിക്കുന്ന ഏത് ഭാഷയാണെന്നുള്ളതും വിഷയമല്ല. വാട്ട് ദർ റിലീജിയൻസ് ഈസ്, അവരുടെ മതം ഏതാണെന്നുള്ളതും ഒരു വിഷയമല്ല. വെദർ ദേ ആർ ബോയ്സ് ഓർ ഗേൾസ്, അവർ ബോയ് ആണോ ഗേൾ ആണോ അതും ഒരു വിഷയമല്ല. വാട്ട് ദർ കൾച്ചർ ഈസ്, അവരുടെ സംസ്കാരം ഏതാണ് അതും നോക്കേണ്ട ആവശ്യമല്ല. വെദർ ദേ ഹാവ് ഡിസബിലിറ്റി ആൻഡ് വെദർ ദേ ഹാവ് റിച്ച് ഓർ പുവർ, അവർ ഡിസേബിൾ ആണോ, അവർ പാവപ്പെട്ടവരാണോ, റിച്ച് ആണോ, പുവർ ആണോ എന്നുള്ളതൊരു വിഷയമല്ല എന്നുള്ളതാണ് പറയും. ഇതൊന്നും ഒരു വിഷയമല്ല. എല്ലാവർക്കും എന്തുണ്ട്, എല്ലാ കുട്ടികൾക്കും അവരുടെ റൈറ്റ്സ് ഉണ്ട്. അവിടെ ഏത് ജാതി, ഏത് മതം, ഏത് വലിപ്പം, ഏത് റിച്ച് ആണോ പുവർ ആണോ, എന്താണ് ഏതാ ഒന്നും നോക്കില്ല. എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരുപാട് റൈറ്റ്സുകളുണ്ട്, അവകാശങ്ങളുണ്ട്. But a majority of them are denied their rights in many ways. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കുട്ടികൾക്കും എന്ത് നഷ്ടപ്പെടുന്നുണ്ട്, ഡിനൈഡ്, നിഷേധിക്കപ്പെടുന്നുണ്ട് റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ മറ്റു പല വഴിയിലൂടെയും അവരുടെ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. Here is a story. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട്. എന്താണ്? എ ബോയ് ഹു ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ്, ഇഷ്ടം പോലെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാണ്. ആൻഡ് ഫോഴ്സ്ഡ് ടു ലീവ് ഹിസ് ഗ്രാൻഡ് ഫാദർ, അവന്റെ ഫാദറിന്റെ അടുത്ത് അവൻ നിർബന്ധിക്കപ്പെടുകയാണ് പോവാൻ വേണ്ടിയിട്ട് ടു വർക്ക് ആസ് എ അപ്രന്റീസ് ടു ഷൂമേക്കർ ഇൻ മോസ്കോ. മോസ്കോയിലുള്ള ഒരു ഷൂമേക്കറിന്റെ വീട്ടില് ഒരു തൊഴിലായിട്ട്, അല്ലെ, ഒരു ജോലിക്കാരനായിട്ട്, ഒരു സഹായിയായിട്ട് അവന്റെ അച്ഛൻ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തുനിന്ന് പോയി നിൽക്കേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്റ്റോറിയാണ് ഈ ഒരു വാങ്ക എന്ന് പറയുന്ന കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നോക്കാം, റൈറ്റർ നോക്കാം, അല്ലെ, ആന്റോൺ ചെക്കോവ്. Okay, 1860-1904. A major Russian playwright is one of the masters of the modern short story. അല്ലെ, അദ്ദേഹം ഒരു റഷ്യൻ പ്ലേ റൈറ്റർ ആണ്, അത് മറക്കരുത്. റഷ്യൻ പ്ലേ റൈറ്റർ ആണ്. വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ മോഡേൺ ഷോർട്ട് സ്റ്റോറി. മോഡേൺ ഷോർട്ട് സ്റ്റോറിയിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ തന്നെയാണ് അദ്ദേഹം, ഒരു സ്റ്റാർ തന്നെയാണ് കേട്ടോ. ആൻഡ് ഹിസ് വർക്ക്സ് എക്സ്പ്ലോർ ദ എൻറ്റയർ ഇമേജ് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. അല്ലെ, മനുഷ്യരുടെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ഒരു വലിയൊരു എക്സ്പ്ലോർ തന്നെയാണ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുക. ദേ പ്രൊവോക്ക് ദ റീഡേഴ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അദ്ദേഹം ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യും. അദ്ദേഹത്തിന്റെ കഥ ഇങ്ങനെ വായിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നും, അല്ലെ? നമ്മൾ ചില കഥകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റൈറ്ററോട് ചോദ്യം ചെയ്യാൻ തോന്നും, സൊസൈറ്റിയോട് ചോദ്യം ചെയ്യാൻ തുടങ്ങും, അല്ലെ? അങ്ങനെ നമ്മുടെ അദ്ദേഹത്തിന്റെ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രൊവോക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും എന്നാണ് പറയുന്നത്. ആൻഡ് മോർ ഓവർ ഹീസ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ലേറ്റ് 19th century റഷ്യൻ റിയലിസ്റ്റിക് സ്കൂൾ. അല്ലെ, 19th century ഉണ്ടായിരുന്ന റഷ്യൻ റിയലിസ്റ്റിക് സ്കൂൾസ് ഉണ്ട്. അതിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അൺസ്റ്റാൻഡിംഗ് റെപ്രസെന്റേറ്റീവ് തന്നെയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് 3 sisters. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് 3 sisters, ദ ചെറി ഓർച്ചാർഡ് ആൻഡ് ദ ലേഡി വിത്ത് ദ ഡോഗ്. 3 ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, റഷ്യൻ പ്ലേ റൈറ്റർ ആണെന്ന് ഓർത്തു വെക്കുക. വൺ ഓഫ് ദ മാസ്റ്റർ ഓഫ് ദ മോഡേൺ ഷോർട്ട് സ്റ്റോറി ആണ്. അദ്ദേഹം ലൈഫിന്റെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ എക്സ്പ്ലോറേഷൻ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ 19th century റഷ്യൻ റിയലിസ്റ്റ് സ്കൂളിലെ ഒരു മെയിൻ ആയിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് 3 ഫേമസ് ആയിട്ടുള്ള വർക്കുകളുണ്ട്. 3 sisters, ദ ചെറി ഓർച്ചാർഡ്, ദ ലേഡി വിത്ത് ദ ഡോഗ്. ഇത്രയുമാണ് റൈറ്ററെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാം, നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലെ. എന്താണ് ഈ സ്റ്റോറി? സ്റ്റോറി കേൾക്കാൻ തുടങ്ങിയ ഇത് തീരുന്നത് വരെ നിങ്ങൾ എണീറ്റ് പോവില്ല എന്നുള്ളതൊക്കെയാണ് ഈ സ്റ്റോറിയുടെ ഒരു പ്രത്യേകത. 9 years old വാങ്ക, എന്താണ് മക്കളെ, സുഖോവ് അല്ലെ, വാങ്ക സുഖോവ് അല്ലെ, വാങ്ക സുഖോവ് who had been appreciated engaged 3 months ago to Alyakinda shoemaker did not go to bed on Christmas Eve അല്ലെ. നോക്കാം, ഇവിടെ വാങ്ക സുഖോവിന്റെ ആട്ടോ, വാങ്ക സുഖോവിന്റെ ആണ് കഥ. നിങ്ങളത് ഹുക്കോവ് എന്നോ സുഖോവ് എന്ന് വായിക്കണം. നമ്മൾ സുഖോവ് എന്ന് വായിക്കാം, പക്ഷെ സുഖോവ് എന്നാണ് അത് ശരിക്കും കേട്ടോ. അപ്പൊ എന്താ, നമ്മുടെ വാങ്ക സുഖോവിന്റെ കഥയാണ്. വാങ്ക സുഖോവ് ഹു ഹാഡ് ബീൻ അപ്രീഷിയേറ്റഡ് enticed 3 months ago to Alakinda shoemaker did not go to the bed on Christmas Eve. ഇവിടെ എന്താണ് മക്കളെ, നമ്മുടെ 9 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ വാങ്ക എന്ന് പറയുന്ന നമ്മുടെ കുട്ടി എന്ത് ചെയ്യാണ്, ഒരു 3 months മുമ്പാണ് അദ്ദേഹം ബോയ് എവിടെ എത്തിയിട്ടുള്ളത്, നമ്മുടെ ഷൂ മേക്കർ ആയിട്ടുള്ള അലാഖിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ആൻഡ് ഹി ഡിഡ് നോട്ട് ഗോ ടു ബെഡ് ദ ക്രിസ്മസ് ഈവ്. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ക്രിസ്മസ് ഈവനിങ്ങിൽ അവൻ ബെഡിലോട്ട് കിടന്നുറങ്ങാൻ പോകുന്നില്ല. ഓക്കെ, പോയിട്ടില്ല. പകരം ഹി വെയിറ്റഡ് ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് ദ മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രന്റീസ് ഹാഡ് ഗോൺ ടു ദ ചർച്ച്. എന്താണ് അവൻ ചെയ്യുന്നത്, അവൻ വെയിറ്റ് ചെയ്യുകയാണ് അല്ലെ. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, അവന്റെ മാസ്റ്ററിന്റെ വൈഫും അവരുടെ 2 വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള അവരുടെ സഹായികളും എങ്ങോട്ട് പോവാ, ചർച്ചിലോട്ട് പോകുന്നത് വെയിറ്റ് ചെയ്യാണ്. And then took from the cupboard a bottle of the hymn അല്ലെ. അവർ ചർച്ചിലോട്ട് പോയപ്പോ അവൻ എന്താണ് ചെയ്യുന്നത്, കബോർഡിൽ നിന്നും ഒരു മഷിയുടെ ഒരു കുപ്പി എടുക്കുകയാണ്. ആൻഡ് പെൻ വിത്ത് എ റസ്റ്റി നിബ് അല്ലെ, തുരുമ്പ് പിടിച്ച് നിബുള്ള ഒരു പേനയും എടുക്കുകയാണ്. then spread of the crumbled sheet of the paper, എന്നിട്ട് ഇങ്ങനെ ചുളിഞ്ഞിങ്ങനെ മടങ്ങി കിടക്കുന്ന ഒരു പേപ്പർ അവൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് it was all ready to write, എന്നിട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ റെഡി ആവുകയാണ്. Before tracing the first letter, ആദ്യത്തെ വരികൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് he glanced several times anxiously at the door and the window, peered at the dark icon with the shelves holding cobbler last stretching on either the side of it, and gave a curious sigh അല്ലെ. എന്താണ് മക്കളെ, അവന് ബിഫോർ ട്രേസിംഗ് ദ ഫസ്റ്റ് ലെറ്റർ അല്ലെ, ഫസ്റ്റ് ലെറ്റർ എഴുതുന്നതിന് മുമ്പ് ഹി ഗ്ലേസ്ഡ് സെവറൽ, അവൻ എന്ത് ചെയ്യാണ്, ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ, പോയ ആളുകൾ തിരിച്ചു വരുമ്പോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവൻ ഒരുപാട് തവണ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് വളരെ ആകാംക്ഷയോട് കൂടിയിട്ടും വളരെ ക്യൂരിയസ് ആയിട്ട് അവൻ പുറത്തോട്ട് ഡോറിലൂടെ നോക്കുന്നുണ്ട്. ഡോറിലൂടെയും വിൻഡോയിലൂടെ ഒക്കെ പുറത്തോട്ട് ആ ഒരു ഇരുട്ട് നിറഞ്ഞ ആ ഒരു ഇതിലൂടെ അവൻ ആ ഒരു മരത്തടിയിലൂടെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, പുറത്തോട്ട് നോക്കുന്നുണ്ട്. ആൻഡ് വിത്ത് ദ ഷെൽസ് ഹോൾഡിംഗ് കോബ്ലർ ലാസ്റ്റ് സ്ട്രെച്ചിങ് ദ ഐദർ ദ സൈഡ് ഓഫ് ഇറ്റ്. അതുപോലെ മരത്തടികൾ പറഞ്ഞാല് മരക്കെട്ട്, നമ്മൾ ഷൂ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മരക്കെട്ടുണ്ട്, അത് അടുക്കി വെച്ചിരിക്കുന്ന ഷെൽഫ് ഉണ്ട് അല്ലെ, അവിടേക്കും അവൻ നോക്കുന്നുണ്ട്. ആൻഡ് ഗേവ് ക്യൂറിംഗ് സൈൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിറയലോട് കൂടിയിട്ട് അവനിങ്ങനെ നെടുവീർപ്പിടുന്നുണ്ട്. ദെൻ പേപ്പറിലെ ഓൺ ദ ബെഞ്ച്, അവൻ ആ ബെഞ്ചിൽ എന്ത് ചെയ്യാണ്, ആ പേപ്പർ വെക്കുകയാണ്. ദെൻ ആൻഡ് ദ വാങ്ക knelt on the floor at the bench, എന്നിട്ട് ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, മുട്ടുകുത്തിക്കൊണ്ട് അവൻ അങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡിയർ ഗ്രാൻഡ് കോൺസ്റ്റാന്റിൻ മാക്കറേജ്, എന്താണ്, കോൺസ്റ്റാന്റിൻ മാക്കറിച്ച് ആണ് അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് കേട്ടോ. അപ്പൊ അവൻ എഴുതി തുടങ്ങാണ്, എന്റെ പ്രിയപ്പെട്ട കോൺസ്റ്റാന്റിൻ മാക്കറേജ് എന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട മുത്തശ്ശ എന്ന് പറഞ്ഞ് തുടങ്ങാണ് കേട്ടോ. ആൻഡ് ഹി റോട്ട്, അവൻ എഴുതി, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു, ഞാൻ ഈ കത്ത് എഴുതുന്നത് നിങ്ങൾക്കാണ്. ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്, ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ പറയുന്നു. ആൻഡ് ഹോപ്പ് വി വിൽ സെൻഡ് യു അല്ലെ ഹിസ് ബ്ലെസ്സിംഗ് അല്ലെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഐ ഹാവ് നോ ഫാദർ നോ മമ്മി ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്, എനിക്ക് അച്ഛനോ അമ്മയോ ഇല്ല, നിങ്ങളാണ് എനിക്ക് ബാക്കിയുള്ള എല്ലാം എന്ന്. ഓക്കെ, ഇങ്ങനെ പിക്ചർ കാണുന്നുണ്ടാവും അല്ലെ, ഇങ്ങനെ ഇരിക്കുന്നത് അവൻ ഈ ഒരു ഇതിലൂടെയാണ് അവൻ നോക്കുന്നത്. അതുപോലെ ഇതാ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഷെൽഫ്, ഇതൊക്കെ നിങ്ങൾക്ക് ആ പിക്ചറിൽ കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ. Then Wanga raised his eyes to the dark window pane അല്ലെ, അവൻ എന്ത് ചെയ്യാണ്, അവന്റെ കണ്ണുകൾ അവൻ ആ ഡാർക്ക് വിൻഡോ പെയിനിലൂടെ ഇങ്ങനെ ആ ഒരു ഇരുണ്ട ഒരു
ജനൽപാളിയുടെ ഉള്ളിലൂടെ അവൻ നോക്കുകയാണ്. ഇൻ വിച്ച് ദ റിഫ്ലക്ഷൻ ഓഫ് ദ കാൻഡിൽ ഫ്ലിക്കേർഡ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ കത്തിച്ചു വെച്ച മെഴുകുതിരി ഇങ്ങനെ വെളിച്ചങ്ങനെ താന്നും പൊന്തി താന്നും വെളിച്ചത്തിന്റെ റിഫ്ലക്ഷൻ വരെ ഉണ്ടാവുമല്ലോ. കൂടിയും കുറഞ്ഞും ഇങ്ങനെയുള്ള ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ആൻഡ് ഇൻ ഹിസ് ഇമാജിനേഷൻ ഹി ഡിസ്റ്റിങ്ക്ലി സോ ഹിസ് ഗ്രാൻഡ് ഡാഡ് അല്ലെ കോൺസ്റ്റാന്റ് മാക്രേജ്. അവൻ എന്ത് സങ്കല്പിക്കുകയാണ്? അവന്റെ കണ്ണിലൂടെ അവൻ ആരെ കാണുകയാണ്? അവന്റെ മുത്തശ്ശന്റെ ഒരു നല്ലൊരു രൂപം തന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായിട്ട് അവന്റെ ഇമാജിനേഷനിലൂടെ അവൻ കാണുകയാണ് കേട്ടോ. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സം ജെന്റിൽ ഫ്ലോക്ക് അല്ലെ. ആ മുത്തശ്ശനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മുതലാണ് കേട്ടോ. അദ്ദേഹം എന്താണ്? രാത്രി നോട്ടക്കാരല്ലേ, രാത്രി വാച്ച്മാൻ ആണ്. എസ്റ്റേറ്റ് ഓഫ് സം ജെന്റിൽ ഫ്ലോക്ക് കോൾഡ് ദ സിവാറേവ് അല്ലെ. സിവാറേവ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിലെ അവിടെയുള്ള വ്യക്തിയുടെ എന്തിലാണ്? അവിടെയുള്ള ഒരു തോട്ടത്തിന്റെ എസ്റ്റേറ്റിലെ എന്താണ്? വാച്ച്മാനാണ് അല്ലെ, രാത്രി നോട്ടക്കാരനാണ് കേട്ടോ. Then he was small, lean, old man about 65. വളരെ ചെറിയ മെലിഞ്ഞിട്ടുള്ള വളരെ വയസ്സായിട്ട് ഒരു 65 വയസ്സൊക്കെ പറയുന്ന ഒരു മനുഷ്യനാണ്. ബട്ട് റിമാർക്കബിളി ലൈവ്ലി. പക്ഷെ ആള് ഭയങ്കര ഉഷാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. വളരെ ചൂടും ചെറിയൊക്കെ ഉള്ള അഗൈൻ വിത്ത് സ്മൈലിംഗ് ഫേസ് അല്ലെ. എപ്പോഴും ഇങ്ങനെ ചൂടും ചെറിയും ചിരിയും സ്മൈലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആൻഡ് ദ ഐസ് ക്ലിയർലി വിത്ത് ഡാർക്ക് അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എങ്ങനെയുണ്ട്? ഒരു കുടിയന്മാരുടെയൊക്കെ മങ്ങിയ പോലെയുള്ള കണ്ണുകളാണ്. ആൻഡ് ഇൻ ദ ഡേ ടൈം ഹി ഐദർ സ്ലെപ്റ്റ് അറ്റ് ദ കിച്ചൺ അല്ലെ. ഇനി പകൽ സമയങ്ങളിൽ അദ്ദേഹം എന്തെയും കിച്ചന്റെ ബാക്ക് സൈഡിൽ കിച്ചന്റെ അവിടെ പോയിട്ട് ഉറങ്ങും. അല്ലെങ്കിലോ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക് ആൻഡ് ദ കിച്ചൺ മെയ്ഡ്സ് അല്ലെ. അവിടെ പാചകക്കാരോടും അവിടെ ഹെൽപ്പ് ചെയ്യാനുള്ള കിച്ചണിലുള്ള സഹായിയായിട്ടുള്ള സ്ത്രീകളോടൊക്കെ ഇങ്ങനെ വല്ല തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. In the night he wrapped himself in the great sheep skin coat അല്ലെ. ഇനി രാത്രി അദ്ദേഹം ഇങ്ങനെ പൊതച്ചു മൂടും. എന്തുകൊണ്ടാ പൊതച്ചു മൂടുന്നത്? എന്തുപയോഗിച്ചിട്ടാണ്? ഒരു ഷീപ്പ് സ്കിൻ കോട്ട് ഉപയോഗിച്ചിട്ട് അല്ലെ. നമ്മളിങ്ങനെ ചെമ്മരിയാടിന്റെ ഒക്കെ പോലെ തന്നെ കട്ടിയുള്ള കോട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊതച്ചു മൂടി വാക്ക് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ്. എന്നിട്ട് എസ്റ്റേറ്റ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കും. ആൻഡ് സൗണ്ടിങ് ഹിസ് റാറ്റിൽ ആറ്റിൽ ടു. എന്നിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കയ്യിലൊരു കുത്തിപ്പിടിക്കുന്ന വടിയുണ്ട് അല്ലെ. അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നടക്കും. 2 dogs. കൂടെ ആരുണ്ടാവും? 2 ഡോഗുകൾ ഉണ്ടാവും. ഈൽ ആൻഡ് കഷ്ടാംഗ അല്ലെ. കഷ്ടാംഗയും ഈൽ എന്ന് പറയുന്ന 2 ഡോഗുകൾ ഉണ്ടാവും. വുഡ് ഫോളോ ഹിം വിത്ത് ദ ഡ്രോപ്പിംഗ് ഹെഡ്സ് അല്ലെ. എന്താണ്? അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും? 2 ഡോഗുകളും നടക്കുന്നുണ്ടാവും തലയാട്ടിക്കൊണ്ട് കേട്ടോ. ഈൽ വാസ് നെയ്മഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട് അല്ലെ. ഈൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അവന്റെ ബ്ലാക്ക് കോട്ട് പോലത്തെ അവന്റെ ശരീരം ഫുള്ളൊരു ബ്ലാക്ക് പൊതിച്ചിട്ടുള്ള രോമങ്ങൾ അല്ലെ. ബ്ലാക്ക് കളറിലുള്ള രോമങ്ങളും ലോങ് വിസിൽസ് ലൈക്ക് ബോഡി അല്ലെ. ഇങ്ങനെ നീളത്തിലുള്ള ഒരു ശരീരം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. then he was wonderfully respectful and insinuating എന്ന് പറഞ്ഞാല് ഭയങ്കര ബഹുമാനം കാണിക്കുക. അതുപോലെ എല്ലാവരോടും വളരെ വാത്സല്യത്തോടു കൂടിയിട്ട് എല്ലാവർക്കും വളരെ റെസ്പെക്ട്ഫുള്ളും വാത്സല്യം ഒക്കെ കൊടുക്കുന്ന ഒരു പട്ടിയായിരുന്നു. he had the same appealing glance on friends and strangers. അവന് എല്ലാരോടും അങ്ങനെ തന്നെയായിരുന്നു. ആ സെയിം ക്യാരക്ടർ തന്നെയായിരുന്നു അവന്റെ ഫ്രണ്ട്സിനോടും പരിചയമില്ലാത്ത ആളുകളോടും കാണിച്ചിരുന്നത്. ബട്ട് ഹി ഇൻസ്പയർഡ് ദ കോൺഫിഡൻസ് ഇൻ നോ വൺ. ആർക്കും തന്നെ ഒരു ആത്മവിശ്വാസം അവൻ കൊടുത്തിരുന്നില്ല. ഹിസ് ഡിഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി അല്ലെ. അവന്റെ ഈ ആളുകളെ ഇങ്ങനെ സോപ്പിട്ട് വാത്സല്യമൊക്കെ കയ്യിലെടുക്കാനുള്ള ഈ ഒരു സ്വഭാവം, അവന്റെ വളരെ എന്താ പറയാ പക്വത ചേർന്ന് വളരെ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ മാന്യമായിട്ടുള്ള അവന്റെ ഈ ഒരു വിനയത്വം നിറഞ്ഞ സ്വഭാവമൊക്കെ എന്തായിരുന്നു? ഒരു അഭിനയമായിരുന്നു, ഒരു മറച്ചു വെക്കലായിരുന്നു. എന്ത് മറച്ചു വെക്കാനുള്ള? ആൻഡ് പ്രൊട്ടക്സ്റ്റ് ഫോർ ഹിസ് കണ്ണിങ്നെസ്സും ഹോസ്റ്റിലിറ്റി അല്ലെ. അവന്റെ ക്രൂരതയും അവന്റെ വൃത്തികെട്ട കണ്ണിങ് ആയിട്ടുള്ള സ്വഭാവം മറച്ചു വെക്കാനുള്ള ഒരു അഭിനയം മാത്രമായിരുന്നു അവന്റെ ഈ ഓവറായിട്ടുള്ള ബഹുമാനവും ആളുകളോടുള്ള ഈ സ്നേഹവും അവന്റെ ഈ ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഈ ക്യാരക്ടറും ഒക്കെ.
He was adept at stealing up to the snap at a foot. അല്ലെ, കാലിന്റെ അടിയിൽ നിന്നും സാധനങ്ങൾ എടുത്തു കൊണ്ടുപോവാൻ, മോഷ്ടിച്ചു കൊണ്ടുപോവാൻ ഉള്ളൊരു സ്വഭാവം അവനുണ്ടായിരുന്നു. ആൻഡ് ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്, അല്ലെ, ഐസ് ഹൗസിന്റെ ഉള്ളിലോട്ട് നുഴഞ്ഞു കയറുന്ന ഒരു സ്വഭാവം. ഓർ സ്റ്റാച്ചിങ് പെസൻസ് ചിക്കൻ, അല്ലെ, അതുപോലെ തന്നെ കർഷകരുടെ, കൃഷിക്കാരുടെ ചിക്കൻ, അല്ലെ, കോഴിയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം. His hind legs had been slashed again and again, twice he had been strung up. അല്ലെ, അവന്റെ കാലുകൾക്ക്, അല്ലെ, എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് തവണ, അല്ലെ, അവന്റെ and his hind legs had been slashed. പുറംകാലം കൊണ്ടൊക്കെ ഒരുപാട് തവണ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. രണ്ടിൽ കൂടുതൽ തവണ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല 2-3 തവണ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, കെട്ടിയിട്ടിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ബീറ്റൻ വിത്ത് ദ ഇഞ്ച് ഓഫ് ഹിസ് ലൈഫ് എവറി വീക്ക്. അല്ലെ, എല്ലാ വീക്കിലും, അല്ലെ, അവൻ എന്ത് കിട്ടാറുണ്ട് മക്കളെ, അടി കിട്ടാറുണ്ട്. ബട്ട് ഹി സർവൈവ്ഡ് ഇറ്റ് ഓൾ. പക്ഷെ അവനൊന്നും വിഷയമല്ല, അവൻ എല്ലാത്തിനെയും അതിജീവിക്കും. അല്ലെ, ചവിട്ട് കിട്ടുന്നുണ്ട്, കെട്ടിയിടുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാ വീക്കിലും എപ്പോഴും അടി കിട്ടുന്നുണ്ട്. പക്ഷെ അവൻ ഇതൊന്നും വിഷയമല്ല, അവൻ എന്ത് ചെയ്യാണ്, സർവൈവ് ചെയ്യാണ്. അല്ലെ, Granddad was probably standing at the gate at this moment. അല്ലെ, അപ്പൊ അവന് നേരെ ചിന്തിക്കാണ്. പിന്നെ അവൻ നേരെ അപ്പൂപ്പനെ കുറിച്ച് ചിന്ത. അപ്പൂപ്പ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും, ആ ഒരു ഗേറ്റിന്റെ അവിടെ ഇരുന്നിട്ട് സ്കൂളിംഗ് ഹാപ്പിസ് ഐസ് ടു ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോസ്. അല്ലെ, ചർച്ച് വിൻഡോസിന്റെ ഉള്ളിലൂടെ വരുന്ന ആ ഒരു സൂര്യപ്രകാശത്തിന്റെ ആ ചുമന്ന ലൈറ്റും നോക്കിയിട്ട് ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. and stamping about his felt boot and with the servants. അല്ലെ, എന്ത് ചെയ്യുന്നുണ്ടാവും, അദ്ദേഹം എന്തും കൂടെ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ ബൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഇങ്ങനെ മുട്ടിക്കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സെർവൻസിനോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും, സെർവൻസിനോടൊക്കെ തമാശകളൊക്കെ പറഞ്ഞിട്ട്. His rattle would be fastened to his belt. അല്ലെ, അദ്ദേഹത്തിന്റെ ആ വടി എന്ത് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ബെൽറ്റുമായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ടാവും. ആൻഡ് he would be throwing out his arms and hugging himself against the goal. അല്ലെ, അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഇങ്ങനെ കൊടഞ്ഞിങ്ങനെ, മഞ്ഞുകളിലൂടെയൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൊടഞ്ഞ് നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ തണുപ്പിനെയൊക്കെ ഇങ്ങനെ പുതച്ച് നടക്കാൻ, എന്താ, തണുപ്പൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൊടഞ്ഞ് തണുപ്പിനെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ പുതച്ചിങ്ങനെ നടക്കുന്നുണ്ടാവും. വിത്ത് ഹിസ് ഓൾഡ് മാൻസ് ട്വിറ്റർ പിഞ്ചിങ് മെയ്ഡ്. എന്താണ്, അങ്ങനെ ഒരു വയസ്സായ ആളുടെ തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ മെയ്ഡ്സിനെയൊക്കെ ഇങ്ങനെ പിച്ച് ചെയ്തിട്ടും, ഓർ വൺ ഓഫ് ദ കുക്സ് ഹാവ് എ സ്നീപ്പ്, അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ നുള്ളിയൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് എന്തും കൂടെ ചോദിക്കും, ഒരു മൂക്കുപൊടി വലിക്കാൻ തരട്ടെ, അല്ലെ, ഒരു പൊടി വലിക്കണോ എന്ന് ചോദിക്കും. ഹോൾഡിങ് ഔട്ട് ഒരു സ്നഫ് ബോക്സ് ടു ദ വുമൺ. അല്ലെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്നഫ് ബോക്സ് ഉണ്ട്, അല്ലെ, മൂക്കിൽ പൊടി വലിക്കാനുള്ള ആ പൊടിയുടെ ഒരു ബോക്സ് ഉണ്ട്, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒരു പൊടി വലിക്കണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ തമാശയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും. The woman would take a peach and the sneeze. അപ്പൊ ഇത് കേട്ട് സ്ത്രീകളൊക്കെ എന്ത് ചെയ്യാണ്, ഒന്നൊക്കെ ഒരു പൊടിയൊക്കെ ഒരു പിഞ്ചൊക്കെ എടുത്തിട്ട് വലിച്ചങ്ങ് തുമ്മാൻ തുടങ്ങും. Grandfather would be overcome with delight, breaking out to the jolly laugher and shouting good for the friend. ഇത് നന്നായിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും, ഇതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് എന്തും കൂടെ പറയും, ലാസ്റ്റ് ചിരിച്ചുകൊണ്ട് അവരോട് എന്ത് പറയും, ജലദോഷം പിടിച്ച മൂക്കിന് ഇത് നല്ലതാണ് എന്ന് പറയും. Even the dogs would be given staff. അത് മാത്രാണോ, അല്ല, അല്ലെ, എന്താണ്, അദ്ദേഹം നമ്മുടെ ഡോഗുകൾക്കും അദ്ദേഹം എന്ത് കൊടുക്കാറുണ്ട്, പൊടി വലിക്കാൻ കൊടുക്കാറുണ്ട്. കഷ്ടാങ്ക would sneeze, shake her head and walk away offended. അല്ലെ, അവന് ഇതൊന്നും പറ്റുന്നില്ല, അവനത് എതിർത്ത് തുമ്മി തലയൊക്കെ ഒന്ന് കുലുക്കി ഹെഡൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അവിടുന്ന് എന്ത് ചെയ്യും, വോക്ക് ചെയ്തിട്ട് അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. But the eel too polite to sneeze would wag his tail. പക്ഷെ ഈല് പിന്നെ അഭിനയത്തിന്റെ ആളാണല്ലോ, അപ്പൊ അവൻ അവിടെയും പിടിച്ചു നോക്കും. അവൻ എന്ത് ചെയ്യും, അത് തുമ്മിയാലും വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ ആദരവോട് കൂടിയിട്ട് വാല് മാറ്റിയിട്ട് അവിടെ തന്നെ നിൽക്കും. ആൻഡ് വെദർ വാസ് ഗ്ലോറിയസ്. വെദർ, കാലാവസ്ഥ അതിമനോഹരമായിട്ടാട്ടോ നിൽക്കുന്നത്, നല്ല കാലാവസ്ഥയാണ്. ദ എയർ, ദ സ്റ്റിൽ ട്രാൻസ്പെറന്റ് ഫ്രഷ്. അല്ലെ, നമ്മുടെ എയറൊക്കെ എന്താണ്, നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള സുഗന്ധം എന്നൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ല ഒരു അന്തരീക്ഷമാണ്. It was a dark night. നല്ല ഇരുട്ട് നിറഞ്ഞിട്ടുള്ള രാത്രിയാണ്. But the whole village with its white roof, the smoke rising from the chimneys. അല്ലെ, ആ വില്ലേജിലുള്ള എല്ലാവരുടെയും വൈറ്റ് റൂഫ് എന്ന് പറയുമ്പോ എങ്ങനെയാ, മഞ്ഞ് വീണിട്ടാണ് കേട്ടോ വെള്ള റൂഫായിട്ട് കാണുന്നത്. അതിലൂടെ എന്ത് കാണും, ചിമ്മിനിയിലൂടെ വരുന്ന സ്മോക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ സാധിക്കും.
ട്രീസ് മരങ്ങൾ, സിൽവർ വിത്ത് ദ റേ അല്ലെ, എന്താണ് മഞ്ഞ് കട്ടകൾ അല്ലെ, അത് കാണാൻ സാധിക്കും. ദ സ്നോ ഡ്രിഫ്റ്റ് അല്ലെ, സ്നോ ഡ്രിഫ്റ്റ് എന്നാൽ ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന മഞ്ഞിന്റെ കട്ടകളെ തന്നെയാണ് സ്നോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. കുഡ് ബി സീൻ ദ ഡിസ്റ്റിങ്ക്റ്റ്ലി, എല്ലാം എന്താണ് വ്യക്തമായിട്ട് കാണാൻ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ വ്യക്തമായിട്ടൊരു പിക്ചറായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇത് അവിടുത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതെന്താണ് മേൽക്കൂരയൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി അതിലൂടെ ചിമ്മിനിയിലൊക്കെ ആളുകൾ പാചകം ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെ ഇങ്ങനെ പുക ഇങ്ങനെ ഉയർന്നു വന്ന് മരങ്ങളും മഞ്ഞൊക്കെ ഇങ്ങനെ ചില്ലൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന കട്ട പിടിച്ച് കിടക്കുന്ന മഞ്ഞുകളൊക്കെ എല്ലാം അതിന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദ സ്കൈ വാസ് സ്പ്രിങ്കിൾഡ് വിത്ത് ദ ഗെയിനി ടിംഗ്ലിംഗ് സ്റ്റാർ അല്ലെ, നക്ഷത്രങ്ങളെ വാരി വിതറുകയാണ് അല്ലെ, ആ നക്ഷത്രങ്ങൾ ഇങ്ങനെ വാരി വിതറി നിൽക്കുന്ന ആകാശത്തെ കാണും. ആൻഡ് മിൽക്കി വേസ് സ്റ്റൂഡ് as clearly as if newly scrubbed for the holiday and polished with snow അല്ലെ. ആകാശം എങ്ങനെയാണ് കാണുന്നത്? മഞ്ഞ് ഒഴുക്കാണ് അല്ലെ, വളരെ വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്ത് ഉരച്ച് മിനുസപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹോളിഡേ പോളിഷ്ഡ് വിത്ത് സ്നോ അല്ലെ. എന്തുകൊണ്ടാ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മൾ ചെരുപ്പൊക്കെ പോളിഷ് ചെയ്യല, അതുപോലെ നമ്മുടെ ആകാശത്തെ എന്തുകൊണ്ട് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു? മഞ്ഞ് കൊണ്ട് വൃത്തിയായി പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ആകാശവും കാണാം. വാങ്ക സൈനിട്, അവനൊന്ന് നെടുവീർപ്പിടുകയാണ്. ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ദ ഇങ്ക്, എന്നിട്ട് ആ പേൻ എന്ത് ചെയ്യാണ്? മഷിയിലൊന്ന് മുക്കിയെടുക്കുകയാണ്. ആൻഡ് വെന്റ് ഓൺ റൈറ്റിംഗ്, എന്നിട്ട് വീണ്ടും എഴുതുകയാണ്. ആൻഡ് യെസ്റ്റർഡേ, ഇന്നലെ, ഐ ഹാഡ് സച്ച് എ ഹെഡിങ്, എന്താണ് എനിക്ക് നല്ലൊരു തൊഴി കിട്ടി, നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് അല്ലെ. ദ മാസ്റ്റർ ടുക്ക് മീ ബൈ ദ ഹയർ ആൻഡ് ഡ്രാഗ്ഡ് മീ ഔട്ട് ഇൻ ടു ദ യാർഡ് ആൻഡ് ബീറ്റ് മീ വിത്ത് ദ സ്റ്റിറാപ്പ് സ്ട്രാപ്പ് ബിക്കോസ് ബൈ മിസ്റ്റേക്ക് ഐ വെന്റ് ടു സ്ലീപ് വൈൽ ദ റോക്കിംഗ് ദർ ബേബി. എന്താണ്? മാസ്റ്റർ എന്നെ മുടിക്ക് പിടിച്ചിട്ട് വലിച്ചേച്ചു കൊണ്ട് മിറ്റത്തോട് കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ ഈ കുതിരമ്മലൊക്കെ കേറുമ്പോ ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ മക്കളെ, കുതിരമ്മ ഇങ്ങനെ കാല് വെറുതെ തൂക്കിയിട അല്ലെ, കുതിരമ്മ നമ്മൾ ചവിട്ടി കയറാൻ ഒരു സംഭവം ഉണ്ടാവും അല്ലെ, ഇങ്ങനെ ഒരു കുതിരന്റെ മുകളിലൂടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അങ്ങനെ കുതിര സവാരിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചവിട്ടി കയറുമ്പോ ഉണ്ടാവുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് ഊരിയിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ഇനി എന്തിനാണ് അടിച്ചത്? ബൈ മിസ്റ്റേക്ക് ഐ വെന്റ് ടു സ്ലീപ്പ്, അറിയാതെ ഉറങ്ങിപ്പോയി. കുട്ടിയെ തൊട്ടിലാട്ടുന്ന വേളയിൽ അറിയാതെ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് കേട്ടോ. And one day last week the mistress told me to cut a herring. ഒരു ദിവസം മിസ്ട്രസ് അല്ലെ, ലാസ്റ്റ് വീക്കില് അവരുടെ വൈഫ് എന്ത് ചെയ്തു? എന്നോട് ഹെറിങ് എന്ന് പറയുന്ന ഒരു തരം ഫിഷ് ഉണ്ട് അല്ലെ, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഐ ബിഗൻ ഫ്രം ദ ടെയിൽ, ഞാനാണെങ്കിൽ അത് വാലിന്റെ ബാക്കിന്നാണ് കട്ട് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഷീ പിക്ക്ഡ് അപ്പ് ദ ഹെറിങ്, ആ ഫിഷിനെ തന്നെ അവൾ എടുത്തിട്ട് എന്ത് ചെയ്തു? റംബഡ് ദ ഫേസ് വിത്ത് ദ ഹെഡ്, അതിന്റെ തലഭാഗം കൊണ്ട് നമ്മുടെ വാങ്കിയുടെ മുഖത്ത് ഇങ്ങനെ ഒരതി എന്നാണ് പറയുന്നത് കേട്ടോ. The other apprentice make fun of me. അവര് അപ്പൊ യജമാനത്തി മാത്രല്ല, അവിടെ ഓൾറെഡി ഉള്ള സഹായികൾ ഉണ്ടല്ലോ, അവരും എന്ത് ചെയ്യാറുണ്ട്? ഇവന്റെ അടുത്ത് ഫൺ ചെയ്യാറുണ്ട് പറഞ്ഞാൽ ഒരുതരം ഉപദ്രവിക്കാറുണ്ട്. They send me to the tavern for vodka. അവരിങ്ങനെ യജമാനൻ ഇങ്ങനെ ഇവര് താമസിക്കുന്ന പ്ലേസിലാണ് ടാവൺ എന്ന് പറയാം. അവർക്ക് വോഡ്ക കുടിക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടാറുണ്ട്. മേക്ക് മീ സ്റ്റീൽ ദ മാസ്റ്റേഴ്സ് കുക്കുംബേഴ്സ്, മാസ്റ്ററിന്റെ പച്ചക്കറി കാർഡിൽ നിന്ന് പോയിട്ട് കുക്കുംബർ മോഷ്ടിച്ചു കൊണ്ടുവരാൻ പറയാറുണ്ട് അല്ലെ, കക്കരി. ആൻഡ് ദ മാസ്റ്റർ ബീറ്റ്സ് മീ വിത്ത് ദ ഫസ്റ്റ് തിങ് ഹി ഫൈൻഡ്സ് അല്ലെ. അത് കാണുന്നതോടുകൂടി മാസ്റ്റർ എന്താ ചെയ്യാ? മാസ്റ്ററിന്റെ കയ്യിൽ എന്താണോ ആദ്യം കാണുന്നത് അതുകൊണ്ടാണ് തല്ലാറുള്ളത്. ആൻഡ് ഹിയർ ഈസ് നത്തിങ് ടു ഈറ്റ്, അത് മാത്രല്ല ഇവിടെ എനിക്ക് ഒന്നും തന്നെ ഭക്ഷണം കഴിക്കാൻ കിട്ടാറില്ല. ദേ ഗീവ് മീ ബ്രെഡ് ഇൻ ദ മോർണിംഗ്, രാവിലെ അവർ എനിക്ക് ഒരു ബ്രെഡ് തരികയാണ്. ആൻഡ് ക്രൂവൽ ഫോർ ദ ഡിന്നർ, എന്താണ് ഉച്ച സമയത്ത് എന്താണ് തരുന്നത്? കഞ്ഞി തരികയാണ്. ആൻഡ് ഈവനിങ് ബ്രെഡ്, എങ്കിൽ വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് വീണ്ടും ബ്രെഡ് തന്നെ തരും. But I never get a tea or cabbage soup. എനിക്കൊരു ടീയോ ഒരു ക്യാബേജ് സൂപ്പോ ഒന്നും തന്നെ എന്ത് ചെയ്യാറില്ല, ഇവർ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. They gobble it all up themselves. ഗോബിൾ പറഞ്ഞാൽ ഇങ്ങനെ ആർത്തിയോട് കഴിക്കുക അല്ലെ, ഒക്കെ അവരെന്ത് ചെയ്യും? വയറിന്റെ ഉള്ളിലോട്ട് ആക്കുക അല്ലെ. അവരെല്ലാം അവരെന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് ആർത്തിയോട് കൂടിയിട്ട് അവര് കഴിക്കും. They make me sleep in the passage. അവരെന്നെ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ വഴി ഉണ്ടാവുമല്ലോ അല്ലെ, റൂം അല്ലാതെ ഉണ്ടാവില്ല നമ്മള് ഗ്യാപ്പ്, അവിടെയാണ് അവർ കിടക്കാൻ സമ്മതിക്കുന്നത്. When their baby cries, അവരുടെ കുട്ടി കരയുമ്പോൾ I don't get any sleep and they have to rock it അല്ലെ. ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉറങ്ങാനൊന്നും പാടില്ല. കുട്ടി കരയുമ്പോ അപ്പൊ പോയിട്ട് എന്ത് ചെയ്യണം? ആട്ടി കൊടുക്കണം. ഡിയർ ഗ്രാൻഡ് ഡാഡ്
എന്റെ പ്രിയപ്പെട്ട മുത്തശ്ശ, ഫോർ ദ ഡിയർ ലോർഡ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ. അല്ലെ, ദൈവത്തെ ഓർത്ത് എന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ടേക്ക് മീ ഹോം ടു ദ വില്ലേജ്. എന്നെ നമ്മുടെ വില്ലേജിലുള്ള നമ്മുടെ വീട്ടിലോട്ട്, ഗ്രാമത്തിലുള്ള നമ്മുടെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോകും. ഐ ക്യാൻ ബിയർ ഇറ്റ് എനി ലോങ്ങർ. എനിക്ക് ഇനി ഒരിക്കലും ഇനിയും ഇതെന്ത് ചെയ്യില്ല, കുറച്ചു കാലം കൂടെ എനിക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. ഓ ഗ്രാൻഡ് ഡാഡ്, ഓ എന്റെ പ്രിയപ്പെട്ട മുത്തശ്ശ, ഐ ബെഗ്, ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്, ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ആൻഡ് ഇംപ്ലോർ യു ആൻഡ് ഐ വിൽ ഓൾവേസ് പ്രേ ഫോർ യു. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളോട് കാല് പിടിച്ചും അപേക്ഷിക്കുകയാണ്. അല്ലെ, അങ്ങേയറ്റം താന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻഡ് ഡു ടേക്ക് മീ അവേ ഫ്രം ഹിയർ, ഐ വിൽ ഡൈ. നിങ്ങൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ, എന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. വാങ്ക സ്ലിപ്സ് റിച്ച്ഡ്. ഇത്രയും പറയുമ്പോൾ മനസ്സ് സങ്കടപ്പെട്ട് ചുണ്ടുകളൊക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വിറക്കുകയാണ് കേട്ടോ. അത് കരയാണ്, സങ്കടം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ചുണ്ടുകളൊക്കെ വിറക്കുകയാണ്. ഹി റബ്ഡ് ഹിസ് ഐസ് വിത്ത് ബ്ലാക്ക് ഫിസ്റ്റ് ആൻഡ് ഗേവ് എ സോപ്പ്. അല്ലെ, അവന്റെ കറുത്ത മുഷ്ടികളല്ലേ, പണിയൊക്കെ എടുത്തെടുത്ത് ഷൂ അല്ലേ, അപ്പൊ ഫുൾ അതിന്റെ ഡാർക്ക് കളറായിണ്ടാവും. ആ ഡാർക്ക് അവന്റെ മുഷ്ടികൾ കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, ആ കണ്ണുനീർ തുടിച്ചുകൊണ്ട് അവൻ വീണ്ടും അലറിക്കരയുകയാണ്. ഐ വിൽ ഗ്രൈൻഡ് യുവർ സ്നഫ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പൊടി, അല്ലെ, തുമ്മാനുള്ള പൊടി ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്യാം, പൊടിച്ചു തരാം. അല്ലെ, ഹി വെന്റ് ഓൺ, ഐ വിൽ പ്രേ ഫോർ വില്ലേജ് ആൻഡ് യു ക്യാൻ ഫ്ലോഗ് മീ ആസ് ഹാർഡ് ആസ് യു ലൈക്ക് ഇഫ് ഐ ആം നോട്ടി. അല്ലെ, നിങ്ങൾ എന്നെ വില്ലേജിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, നിങ്ങളൊക്കെ എന്നെ എന്ത് ചെയ്യാം, ചാട്ടവാറ് കൊണ്ട്, അല്ലെ, ചാട്ട കൊണ്ട് നിങ്ങൾക്ക് എന്നെ തല്ലാം, ഞാൻ എന്തെങ്കിലും തമാശകളോ കുസൃതികളോ ഒക്കെ ഒപ്പിക്കുകയാണെങ്കിൽ. ആൻഡ് ഇഫ് യു തിങ്ക് ദർ ഇസ് നത്തിങ് ഫോർ മീ ടു ദ വില്ലേജ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് നമ്മുടെ ഗ്രാമത്തിൽ ഒരു ജോലിയും ലഭിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഐ വിൽ ആസ്ക് ദ സ്റ്റവാർഡ് ടു, നമുക്ക് നമ്മുടെ യജമാനെ പോയിട്ട് കണ്ടിട്ട് ചോദിക്കാം. എന്ത് ചോദിക്കാം? ടു ടേക്ക് പിറ്റി ഓൺ മീ, അദ്ദേഹത്തിന് എന്നോട് കരുണ തോന്നിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ആൻഡ് ലെറ്റ് മീ ക്ലീൻ ദ ബൂട്ട്സ്, ഓർ അദ്ദേഹത്തിന്റെ എന്താ പറയാ, ബൂട്ടുകൾ ക്ലീൻ ചെയ്യുന്ന ജോലി, അല്ലെ, ഷൂ തുടക്കുന്ന ജോലി. അത് മാത്രമല്ല, ഐ വിൽ ഗോ ആസ് എ ഷിപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഫെദിയ. അല്ലെ, ഫെദിയ എന്ന് പറഞ്ഞാൽ എന്താ, ഫെദിയ എന്ന് പറയുന്ന അവിടെ ആടിനെ മേക്കാൻ പോകുന്ന ആളായിരിക്കും. അവന് പകരം ഞാൻ ആടിനെ മേൽക്കാൻ ആട്ടിടയനായിട്ട് പോവാം. ഡിയർ ഗ്രാൻഡ് ഡാഡ്, എന്റെ പ്രിയപ്പെട്ട മുത്തശ്ശ, ഐ കാൺ സ്റ്റാൻഡ് ഇറ്റ്, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇറ്റ്സ് കില്ലിങ് മീ, ഇതെന്നെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. I thought I would run away on foot to the boots. ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടുന്ന് ഒന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന്. പക്ഷേ ബട്ട് ഐ ഹാവ് നോ ബൂട്ട്, പക്ഷെ എനിക്ക് എന്തില്ല, എനിക്ക് ബൂട്ടുകളില്ല, അല്ലെ, ചെരുപ്പില്ല. സോ ഐ ആം അഫ്രേഡ് ഓഫ് ദ ഫ്രോഡ്സ്. പുറത്താണെങ്കിലോ മഞ്ഞ് കട്ടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ചെരുപ്പൊന്നും ഇടാതെ പുറത്തോട്ട് ഇറങ്ങാൻ കഴിയില്ല, അല്ലെ. അപ്പൊ അത് എനിക്ക് എന്ത് ചെയ്യാണ്, എനിക്ക് ഭയമാണ്. ആൻഡ് വെൻ ഐ ഗ്രോ അപ് ടു എ മാൻ, ഞാൻ ഇനി വളർന്ന് വലിയൊരു മനുഷ്യനാവുമ്പോൾ, ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു, ഞാൻ എന്റെ മുത്തശ്ശൻ നിങ്ങളെ ഞാൻ എന്തായാലും നോക്കാം. ആൻഡ് ഐ വിൽ നോട്ട് ലെറ്റ് എനി വൺ ഹേർട്ട് യു, നിങ്ങളെ ആരെ കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആൻഡ് വെൻ യു ഡൈ, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ, ഐ വിൽ പ്രേ ഫോർ യുവർ സോൾ, ഞാൻ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെ? ഐ ഡു ഫോർ മൈ മമ്മി, ഞാൻ എന്റെ അമ്മ മരിച്ചു പോയപ്പോൾ എന്റെ അമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കും. മോസ്കോ ഇസ് ആസ് എ ബിഗ് ടൗൺ. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ പറയാണ്. മോസ്കോ എന്ന് പറയുന്നത് വലിയൊരു ടൗൺ ആണ് മുത്തശ്ശ. ദർ ആർ സോ മെനി ജെന്റിൽമാൻസ് ഹൗസസ്. ഇവിടെ ഒരുപാട് ജെന്റിൽമാൻ ആയിട്ടുള്ള ആളുകളുടെ വീടുകളുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളുടെ വീടുകളുണ്ട്. സച്ച് എ ലോട്ട് ഓഫ് ഹോഴ്സസ്, ഒരുപാട് കുതിരകളുമുണ്ട്. ആൻഡ് നോ ഷീപ്പ്, പക്ഷെ ഇവിടെ എന്തില്ല, ആടുകൾ, ചെമ്മരി ആടുകൾ ഇവിടെ ഇല്ല കേട്ടോ. കാരണം അവരുടേത് ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ മലയോര പ്രദേശമാണ്. ഇത് മഞ്ഞുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം. ഇവിടെ എന്താണ്, ആടും പശുവും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്, ഇതിന്റെ വ്യത്യാസം കേട്ടോ, കൺട്രികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നോ ഷീപ്പ്, ദ ഡോഗ്സ് ആർ നോട്ട് പിറ്റ് ഓഫ് ഇയേഴ്സ്. അല്ലെ, എന്താണ്, ക്രൂര സ്വഭാവമുള്ള പട്ടികളെയൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. ദ ബോയ്സ് ഇൻ ദ ടൗൺ ഡോണ്ട് റോം ദ സ്ട്രീറ്റ് വിത്ത് ദ സ്റ്റാർസ്. അല്ലെ, അതേപോലെ തന്നെ ഇവിടെ എന്തില്ല, ക്രിസ്മസിന് ഇവിടുത്തെ കുട്ടികളൊന്നും എന്ത് ചെയ്യില്ല, പുറത്തോട്ടൊന്നും പോവില്ല. ആൻഡ് ദേ ഡോണ്ട് അലോ ഇൻ വൺ ടു സിംഗ് ദ ചർച്ച് അറ്റ് ദ ക്രിസ്മസ്. അത് മാത്രമല്ല, ഇവിടെയുള്ള ആളുകളൊന്നും ആ കുട്ടികളെ ഒന്നും എന്ത് ചെയ്യില്ല, ക്രിസ്മസിന് ചർച്ചിൽ പോയിട്ട് ഇങ്ങനെ പാട്ടൊന്നും പാടാനൊന്നും അനുവദിക്കില്ല. They were also seen selling fishing hooks. ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്,
മീനിനെ പിടിക്കാനുള്ള ചൂണ്ട വിൽക്കാറുണ്ട്. ആൻഡ് ദാറ്റ് കുഡ് ഈവൻ ഹോൾഡ് എ ഷീറ്റ് ഫിഷ് വെയിറ്റിംഗ് 30 pounds അല്ലെ. 30 pounds വെയിറ്റ് വരുന്ന ഒരു ഷീറ്റ് ഫിഷിന് വരെ, അത്രയും വെയിറ്റ് ഉള്ള ഫിഷ് ആട്ടോ, അതിനെ വരെ പിടിക്കാനുള്ള ചൂണ്ട വരെ ഇവിടെ വിൽക്കാറുണ്ട്. There are shops that have all sort of guns just like the ones that the masters has at home. അല്ലെ, മാസ്റ്ററിന്റെ വീട്ടിലുള്ള പോലത്തെ തോക്കുകളൊക്കെ കിട്ടുന്ന, ഒരുപാട് തോക്കുകൾ കിട്ടുന്ന ഷോപ്പുകൾ ഇവിടെ, കടകൾ ഇവിടെ ഉണ്ട്. They must cost 100 doubles each അല്ലെ, ഓരോന്നിനൊരു 100 doubles എങ്കിലും വില വരും. In the butchers shops they sell grounds, wood rock and the hairs. അല്ലെ, ഇനി ഇവിടുത്തെ അറവുശാലകളിൽ എന്ത് കൊടുക്കാറുണ്ട്? ഗ്രൗണ്ട്സ് എന്ന് പറയുന്ന പക്ഷിയുടെ മീറ്റും, അതുപോലെ വുഡ് കോക്ക് ഉണ്ട് അല്ലെ, അതുപോലെ കാട്ടുകോഴി, അതുപോലെ ഹയേഴ്സിലെ പെൺമുയലുകളുടെ ഒക്കെ എന്ത് കൊടുക്കാറുണ്ട്? ഇറച്ചി കൊടുക്കാറുണ്ട്. ബട്ട് വിച്ച് ദേ ഡോണ്ട് സേ വേർ ദേ വർ ഷൂട്ട് അല്ലെ, പക്ഷെ അവരെവിടെ നിന്നാണ് കൊന്നു കൊണ്ടുവരുന്നത്, എവിടെ നിന്നാണ് ഇത് പിടിച്ചു കൊണ്ടുവരുന്നതെന്ന് അവര് പറയാറില്ല. Dear granddad, when they have a Christmas tree at the big house, take a gilded net for me. അല്ലേ, ഇനി പറയാണ്, മുത്തശ്ശ നിങ്ങൾ ക്രിസ്മസ് ട്രീ ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും സ്വർണം പൂശിയിട്ടുള്ള ഒരു നട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആൻഡ് പുട്ട് ഇറ്റ് അവേ ഇൻ ദ ഗ്രീൻ ചെസ്റ്റ്, അതെനിക്കൊരു പച്ച പരവതാനിയിൽ ഇങ്ങനെ വെക്കാനാണ്. And ask Miss Olga Ignatevna എന്നാട്ടോ, Ignatevna എന്നാണ് പറയാ അല്ലെ, Ignatevna നമുക്ക് വായിക്കാട്ടോ. Ignatevna tell her it's for Vanga. അങ്ങനെ നമ്മുടെ ഓൾഗ ഇഗ്നാത്തേവിനോട് എന്ത് പറയണം? അത് എനിക്ക് വേണ്ടിയിട്ട്, അത് വാഗയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾ പറയണം. വാഗ gave a sharp sigh, എന്നിട്ട് അവനൊരു നെടുവീർപ്പ് ഇടാൻ കേട്ടോ. once more gazed at the window pane, എന്ന് വീണ്ടും വിൻഡോ പെയിനിലൂടെ നോക്കുന്നുണ്ട്. അവര് വരുന്നുണ്ടോ നോക്കണ്ടേ, പോയിട്ടുള്ള യജമാനൻ കേട്ടോ. He remembered his grandfather going to get Christmas tree for a gentry. അല്ലെ, അവൻ എന്ത് ഓർക്കാണ്? അവന്റെ ഗ്രാൻഡ് ഫാദർ മുത്തശ്ശന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, ക്രിസ്മസ് ട്രീ വെട്ടാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ട്? ജെൻട്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ യജമാനൻ, അവിടുത്തെ പ്രഭു അല്ലെ, അങ്ങനെ വലിയ ജാതിയിലുള്ള ആൾക്കാണ് ജെൻട്രി എന്ന് പറയാം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്മസ് ട്രീ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഗ്രാൻഡ് ഫാദറിനെ ഓർക്കാറുണ്ട്. ആൻഡ് ടേക്കിംഗ് ഹിസ് ഗ്രാൻഡ് സൺ വിത്ത് ഹിം അല്ലെ, കൂടെ ആരുണ്ടാവാറുണ്ട്? വിത്ത് ഗ്രാൻഡ് സൺ. ഗ്രാൻഡ് സൺ ആരാണ്? നമ്മുടെ ഭാഗ്യ കേട്ടോ. അപ്പൊ ഭാഗ്യയും കൊണ്ട് ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് പോകുന്ന മുത്തശ്ശനെയാണ് ഓർക്കുന്നത്. ഹോ വാട്ട് എ ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. ഓർത്തിട്ട് പറയണം, ഓ എന്തൊരു മനോഹരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു അതൊക്കെ അല്ലെ, നിമിഷങ്ങൾ. ഗ്രാൻഡ് ഫാദർ വുഡ് ഗീവ് മീ എ ചങ്കിൾ. ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ എന്ത് ചെയ്യും? ഒരു അടക്കി പിടിച്ച് കളിയാക്കി ചിരിക്കില്ല, അങ്ങനെ ചിരിക്കും. ആൻഡ് ദ ഫ്രോസ്റ്റ് ബൗണ്ട് വുഡ് ചങ്കിൾസ്. ഇത് കണ്ടിട്ട് ആര് ചിരിക്കും? മരങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ടുള്ള മരങ്ങളും ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇക്കിളി കൂട്ടി ചിരിക്കും. ആൻഡ് ദ വാങ്ക ഫോളോയിങ് ദർ എക്സാമ്പിൾ ചങ്കിൾ. ഇത് കണ്ടിട്ട് വാങ്കയും എന്ത് ചെയ്യാണ്? മുത്തശ്ശൻ ചിരിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ഇക്കിളി കാട്ടിയിട്ട് ഇങ്ങനെ ചിരിക്കും. ബിഫോർ ചോപ്പിംഗ് ഡൗൺ ദ ഫയർ ട്രീ, മരങ്ങൾ അല്ലെ, ഫിർട്രി എന്നാണ്. ഫിർട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അതിനാണ് ഫിർട്രി എന്ന് പറയുക. അപ്പൊ ഫിർട്രി മുറിച്ചിടുന്നതിന് മുമ്പായിട്ട് ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് എ പൈപ്പ് അല്ലെ, ഒന്നൊന്ന് വലിക്കും, എന്നിട്ട് ഒരു വലിയൊക്കെ വലിക്കും. ദെൻ ടേക്ക് എ ലോങ് പിച്ച് ഓഫ് സ്നാഫ്. അത് മാത്രം ഒരു വലിയുണ്ട്, ഒരു മൂക്കുപൊടി ഉണ്ട് അല്ലെ, ഒരു വലിയും ഒരു ചീറ്റലിനൊക്കെ ശേഷമാണ് അത് വിട്ടുക. ആൻഡ് ലോഫ് അറ്റ് ദ ഷിവറിംഗ് വാങ്ക അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ തണുപ്പിൽ ഇങ്ങനെ വിറച്ച് നിൽക്കുന്ന വാങ്കയെ നോക്കിയിട്ടൊന്ന് ചിരിക്കും. The young fig trees coated with the frostwood, motionless waiting to see with one of them was to die. അല്ലേ, അതുപോലെ നമ്മുടെ യങ് ഫ്രീസ് ഇല്ലേ, ഫിഗ് ട്രീസ് ഉണ്ടല്ലോ, അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന ഫിഗ് ട്രീസ് വെയിറ്റ് ചെയ്യാണ് അല്ലെ. അവരിങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ ആരെയാണ് വെട്ടുക എന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആരാണ് മരിക്കാൻ പോകുന്നത്, ഐ മീൻ ആരെയാണ് വെട്ടാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട്. ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം ലീപ്പിംഗ് ഓവർ ദ സ്നോ ഡ്രിഫ്റ്റ് അല്ലേ, ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു ഇതിന്റെ മുകളിലൂടെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഒരു പെൺമുഴലിലെ ഒരു മുഴൽ ഇങ്ങനെ ചാടി മുകളിലൂടെ ചാടിപ്പോവും. സ്വിഫ്റ്റ് ആസ് എ ആരോ അല്ലെ, ഒരു ആരോ അമ്പ് പോകുന്നത് പോലെ പോവും. ഗ്രാൻഡ് ഫാദർ കുഡ് നെവർ ഹെൽപ്പ് ഷൗട്ടിങ്. ഗ്രാൻഡ് ഫാദറിന് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ കഴിയില്ല. എന്ത് വിളിച്ച് പറയും? സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, ഹോ യോ സ്റ്റം ടൈൽഡ്. പിടിക്കാതിനെ, പിടിച്ചു നിർത്തതിന് ആ ഒരു എന്താ പറയാ, വാലില്ല അല്ലെ, സ്റ്റംപ്, വാലുള്ള ചെകുത്താനെ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആ വാല് പിടിച്ച ആ ഒരു കുട്ടി പിശാചിനെ പിടിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ.
ഗ്രാൻഡ് ഫാദർ വുഡ് ട്രാക്ക് ദ ട്രീ ടു ദ ബിഗ് ഹൗസ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാണ്, മരം വെട്ടിയിട്ട് വലിച്ചയച്ചിട്ട് ആ വലിയ വീട്ടിലോട്ട് കൊണ്ടുവരും. ആൻഡ് ദേ വുഡ് സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ്. പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാണ് അല്ലെ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. മിസ് ഓൾഗ ഇഗ്നാത്യേവിന വാങ്കാസ് ഫേവറേറ്റ് അല്ലെ. ഈ ഓൾഗ ഇഗ്നാത്യേവിന എന്ന് പറയുന്ന ആളുണ്ടല്ലോ, മിസ് ഓൾഗ ഇഗ്നാത്യേവിന കേട്ടോ. നിങ്ങളത് സ്പെല്ലിങ് കിട്ടുന്ന രീതിയിലോട്ട് തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. അപ്പോ പല രീതിയിലും പ്രൊണൗൺസ് ചെയ്യും, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇഗ്നാത്യേവിന എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്നും കൂടെ സ്പെല്ലിങ് കിട്ടും കേട്ടോ. അപ്പൊ ഓൾഗ ഇഗ്നാത്യേവിന വാങ്കാസ് ഫേവറേറ്റ് അല്ലെ. വാങ്കയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. എങ്ങനെയാ അത് ഫേവറേറ്റ് ആവുന്നത്? ബിസിയസ്റ്റ് ഓഫ് ദ ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാൻ ബിസി ആവുന്നത് ആ വ്യക്തിയാണ്. വൈൽഡ പെലേഗയ, പെലേഗയ എന്ന് പറയുന്ന ആരാണ്? പെലേഗയ എന്ന് പറയുന്നത് വാങ്കാസ് മദറാണ്, വാങ്കയുടെ അമ്മയുടെ പേരാട്ടോ. പെലേഗയ എന്ന് പറയുന്നത്, പെലേഗയ എന്ന് പറഞ്ഞാല് വാങ്കയുടെ അമ്മയുടെ പേരാണ്. വാസ് അലൈവ് ആൻഡ് സർവൈവ് അറ്റ് ദ ബിഗ് ഹൗസ് അല്ലെ. ആ ബിഗ് ഹൗസിൽ ജീവിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഒരു സെർവന്റ് ആയിട്ടാണ് അവർ ജോലി ചെയ്തിരുന്നത് കേട്ടോ. അവിടെയായിരുന്നു അവർക്ക് ജോലി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓൾഗ ഇഗ്നാത്യേവിന യൂസ്ഡ് ടു ഗിവ് വാഗ സ്വീറ്റ്സ്. അവരെന്ത് ചെയ്യും, വാഗക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും. അതുപോലെ അവര് ഒരുപാട് കാര്യങ്ങൾ വാഗിനെ സന്തോഷിപ്പിക്കും സ്വയം. അതുപോലെ തന്നെ വാഗിനേക്ക് ടീച്ചിങ് ഹിം ടു റീഡ്, റൈറ്റ് ആൻഡ് കൗണ്ട് ടു 100 ആൻഡ് ഈവൻ ടു ഡാൻസ് അക്കോർഡിംഗ് അല്ലെ. ഒരു ആ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യാനും അതുപോലെ 100 വരെ എണ്ണാനും എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഈ ഓൾഗ ഇഗ്നാത്യേവിനയാണ് കേട്ടോ. ബട്ട് വെൻ പെലേഗയ ഡൈഡ്, പക്ഷെ അവന്റെ അമ്മ പെലേഗയ മരിച്ചു കഴിഞ്ഞപ്പോ ദ ഓർഫനഡ് വാങ്ക അല്ലെ, അനാഥനായി പോയിട്ടുള്ള നമ്മുടെ വാങ്ക വാസ് സെൻഡ് ഡൗൺ ടു ദ ബാക്ക് കിച്ചൺ അല്ലെ. ആ വീടിന്റെ ബാക്ക് കിച്ചണിലോട്ട് മാറ്റപ്പെട്ടു അല്ലെ. അവിടെ കളിച്ചു വന്ന വാങ്കയെ പിന്നീട് എന്ത് ചെയ്യാണ്, ബാക്ക് കിച്ചണിലോട്ട് മാറ്റി. ഹിസ് ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ ബാക്ക് കിച്ചണിലോട്ട് മാറ്റി. ആൻഡ് ഫ്രം ദർ ടു മോസ്കോ, അവിടെ നിന്ന് മോസ്കോയിലോട്ട് കൊണ്ടുപോയി ടു അലാഖിൻ ടു ദ ഷൂ മേക്കർ അല്ലെ. നമ്മുടെ അലാഖിൻ എന്ന് പറയുന്ന ഷൂ മേക്കറുടെ വീട്ടിലോട്ടും എത്തി. അവിടെ എത്തിയുള്ള സ്റ്റോറിയാണ് കേട്ടോ പറഞ്ഞത്. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ് അല്ലെ. എന്റെ അടുത്തേക്ക് വരുവ, എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഒരു മുത്തശ്ശ. കണ്ടിന്യൂ ടു വാഗ പറയുകയാണ്, ഐ ബെഗ് യു ഫോർ എ ക്രിസ്, ടേക്ക് മീ അവേ ഫ്രം ഹിയർ അല്ലെ. ദൈവത്തെ ഓർത്ത് അല്ലെ, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് കാല് പിടിച്ച് പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് അപേക്ഷിക്കുകയാണ്, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. പിറ്റി മീ അൺഹാപ്പി ആൻഡ് ഓർഫൻ, ദേ ബീറ്റ് മീ ഓൾ ദ ടൈം അല്ലെ. ഈ ഒരു അനാഥനായിട്ടുള്ള സന്തോഷമില്ലാത്ത നിർഭാഗ്യവാനായിട്ടുള്ള ഈ പാവപ്പെട്ട അനാഥനോട് കരുണ കാണിക്കൂ. അല്ലെ ഇവരെന്നെ എന്ത് ചെയ്യാണ്, ദേ ബീറ്റ് മീ ഓൾ ടൈം, ഇവരെന്നെ ഫുൾ ടൈം എപ്പോഴും ഇവരെന്നെ തല്ലുകയാണ്. ആൻഡ് ഐ എം ഓൾവേസ് ഹംഗ്രി, എനിക്ക് എപ്പോഴും വിശപ്പാണ് അല്ലെ, എനിക്ക് ഭക്ഷണമൊന്നും തരുന്നില്ല എന്ന അർത്ഥത്തിൽ കേട്ടോ. ഐ ആം സോ മിസറബിൾ ഹിയർ, എനിക്കിവിടെ എന്താണ്, വളരെ മിസറബിൾ ആണ്, ദാരുണവും ദുരിതവും നിറഞ്ഞതാണ് ഇവിടെ എന്റെ അവസ്ഥ. ഐ കാൻ ടെൽ യു, ഐ ക്രൈ ഓൾ ദ ടൈം, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല ഞാൻ എത്രത്തോളം സമയം ഇങ്ങനെ എത്രത്തോളം ഇവിടെ കഴിയുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് വൺ ഡേ ദ മാസ്റ്റർ ഹിറ്റ് മീ ഓവർ ദ ഹെഡ് വിത്ത് എ ലാസ്റ്റ് അല്ലെ. ലാസ്റ്റ് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് മരത്തടി കേട്ടോ. ഈ ഷൂ ഉണ്ടാക്കാൻ സമയത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് വെച്ചിട്ട് എന്റെ തലക്ക് അടിച്ചു. ഐ ഫെൽ ഡൗൺ, ഞാൻ താഴോട്ട് വീണു. ഐ തോട്ട് ഐ വുഡ് നെവർ ഗെറ്റ് അപ്പ്, ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു, ഇനി ഞാൻ ഒരിക്കലും എണീക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ഹാവ് സച്ച് എ മിസറബിൾ ലൈഫ് വേഴ്സ് ആൻഡ് ദ റോക്സ് അല്ലെ. പട്ടികളെക്കാൾ കൂടുതൽ അവരെക്കാൾ മോശമായിട്ടുള്ളൊരു ദുരിതം നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ഇവിടെ നയിക്കുന്നത്. ആൻഡ് ഐ സെൻഡ് മൈ ലവ് ടു അലോഗ്ന, എന്ത് ചെയ്യണം, നമ്മുടെ എന്റെ അന്വേഷണം നിങ്ങൾ ആരോട് പറയണം, അലയോനോട് പറയണം. ആൻഡ് വൺ ഐഡ് യോഗർ അല്ലെ, നമ്മുടെ യേഗർ എന്ന് പറയുന്ന വൺ ഐഡ് ആയിട്ടുള്ള വ്യക്തിയുണ്ട്, അവരോട് പറയണം. ദ കോച്ച്മാൻ, നമ്മുടെ കോച്ച്മാനോടും എന്റെ അന്വേഷണം പറയണം. ആൻഡ് ഡോണ്ട് ഗീവ് മൈ കൺസേർട്ടിന പറഞ്ഞാല് നമ്മുടെ പിയാനല്ല ഒക്കെ പോലത്തെ ഒരു സാധനം കേട്ടോ. പിയാനല്ല, ഹാർമോണിയം അല്ലെ, അതിനാണ് പറയാ കേട്ടോ. കൺസേർട്ട് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഹാർമോണിയം കേട്ടോ. അപ്പൊ എന്റെ ഹാർമോണിയം നിങ്ങൾ എന്ത് ചെയ്യരുത്, ആർക്കും കൊടുക്കരുത്. ഐ റിമൈൻഡ് യുവർ ഗ്രാൻഡ് സൺ ഇവാൻസുകോ അല്ലെ. വീണ്ടും പറയാണ്, നമ്മൾ നിർത്തുകയാണ് കേട്ടോ. എങ്ങനെ, നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി അല്ലെ, പ്രിയപ്പെട്ട ഗ്രാൻഡ് സൺ ഇവാൻസുകോ, ഡിയർ ഗ്രാൻഡ് ഡൂക്കാം അല്ലെ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഗ്രാൻഡ് ഡൂക്കാം, നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. വാങ്ക folded the sheet of the paper in four and put into an envelope which he had bought the day before for a kodak. Kodak എന്ന് പറഞ്ഞ ഒരു
നാണയാട്ടോ, ഒരു റഷ്യൻ നാണയത്തിന്റെ അളവാട്ടോ. ആ കൊബാക്ക് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം അവൻ വാങ്ങിയ എൻവലപ്പില് അവൻ ഈ ഒരു പേപ്പർ 4 മടക്കായിട്ട് അതിന്റെ ഉള്ളിലോട്ട് ഇടുകയാണ്. ദെൻ ഈ പോസ്റ്റ് ടു തിങ്, എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് ചിന്തിക്കുകയാണ്. ആൻഡ് ഡിപ്ഡ് ഹിസ് പെൻ ഇൻടു ദ ഇങ്ക് പോട്ട്, എന്നിട്ട് ആ മഷിയില് വീണ്ടും പേന മുക്കുകയാണ്. ദെൻ ആൻഡ് റൈറ്റ്, എന്നിട്ട് എഴുതുകയാണ് ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്, അല്ലെ, വില്ലേജിലുള്ള മുത്തശ്ശന് എന്നാണ് എഴുതിയത്. എന്നിട്ട് സ്ക്രാച്ച് ഹിസ് ഹെഡ്, അല്ലെ, അവന്റെ ഹെഡ് ഒന്ന് തലയൊന്ന് ഇങ്ങനെ ചൊറിയാണ്. വില്ലേജിലുള്ള മുത്തശ്ശൻ എന്ന് പറഞ്ഞ അഡ്രസ് എഴുതി എത്തുമോ എന്നൊരു സംശയം, അല്ലെ. ആൻഡ് തോട്ട് അഗെയിൻ, എന്നിട്ട് എഴുതി. ദെൻ ആഡഡ്, എന്നിട്ട് അവൻ എഴുതുകയാണ് ടു കോൺസ്റ്റാന്റിൻ മാക്കറേജ്. ഓക്കെ, ആർക്കാണ്? ടു കോൺസ്റ്റാന്റിൻ മാക്കറേജ്. ഇത് മാത്രമാണ് അവൻ അതിൽ എഴുതിയ അഡ്രസ്, അല്ലെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ അഡ്രസ് എഴുതിയപ്പോഴാണ് നമുക്കൊരു നെട്ടലുണ്ടായത്, അല്ലെ മക്കളെ. ഇതൊക്കെ മുത്തശ്ശന്റെ അടുത്ത് എത്തുമെന്ന് പ്രതീക്ഷ നമുക്ക് തെറ്റി. എന്താണ്? ആൾക്ക് അഡ്രസ് പോലും അറിയില്ല എന്നുള്ളത്, അല്ലെ. ചെറിയ കുട്ടിയല്ല, അതുകൊണ്ട് ആൾക്ക് അഡ്രസ് ഒന്നും അറിയില്ല. അപ്പൊ എന്താണ് ഇത്? ടു കോൺസ്റ്റാന്റിൻ മാക്കറേജ് എന്ന് പറയുന്ന മുത്തശ്ശന്റെ പേര് മാത്രമാണ് അതിന് എഴുതിയത് കേട്ടോ. പ്ലീസ്ഡ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെന്റഡ് ഹിം ഫ്രം ദ റൈറ്റിംഗ്. അവന് ഹാപ്പിയാണ്, അല്ലെ. അവൻ എഴുതുന്നതിൽ നിന്ന് ആരും അവനെ തടഞ്ഞില്ലല്ലോ, അവന് സുഖമായിട്ട് എഴുതാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ച് അവൻ സന്തോഷിക്കുകയാണ്. ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ്, അവന്റെ തലയിൽ തൊപ്പി വെച്ചിട്ട് റൺ ഔട്ട് ടു ദ സ്ട്രീറ്റ് വിതൗട്ട് പുട്ടിങ് ഹിസ് കോട്ട് ഓൺ ഓവർ ഹിസ് ഷർട്ട്, അല്ലെ. അത്രയും തണുപ്പായിട്ട് പോയും ഷർട്ടിന്റെ മുകളിലുള്ള ഓവർ കോട്ട് ഒന്നും ഇടാതെ അവൻ എന്ത് ചെയ്യാണ്? ആ ഒരു സന്തോഷത്തിൽ, അത് എഴുതി തീർന്ന സന്തോഷത്തിൽ തൊപ്പി വെച്ചിട്ട് അവൻ ഓടി പോവുകയാണ് കേട്ടോ. The men at the butchers told him, അല്ലെ. അവന് ഇതിനു മുമ്പ് പോയപ്പോ, പുറത്തു പോയ കശാപശാലയിൽ പോയപ്പോ അവിടെയുള്ള ആളോട് അവൻ ഓൾറെഡി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത്? When he asked them the day before the letters are put into a letter box, and from those boxes sent all over the world on mail coaches with the 3 horses and the dragon drivers and jingling bells, അല്ലെ. അവൻ എന്ത് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു? ലെറ്റർ, അല്ലെ, ലെറ്റർ ഒക്കെ കൊടുത്തു വിടാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ബോക്സ് എവിടെയാണെന്ന് അവൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ലെറ്റർ ബോക്സ് എങ്ങനെയാണ് പോകുന്നത്? മൊത്തം ഓൾ വേൾഡിലോട്ട്, മൊത്തം ലോകത്തിലൂടെ മൊത്തം എങ്ങനെയാണത് പോവുക? ഒരു മെയിൽ കോച്ച്, എന്നിട്ട് വിത്ത് 3 ഹോഴ്സസ്, 3 ഹോഴ്സുകൾ ഉണ്ടാവും, കുതിര ഉണ്ടാവും. അതിമ കുടിച്ചിട്ടുള്ള ഡ്രൈവേഴ്സ്, അല്ലെ, ഡ്രങ്കൻ ഡ്രൈവേഴ്സ്, അല്ലെ, കുടിയന്മാരായിട്ടുള്ള ഡ്രൈവേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ജിംഗിൾ ബെൽസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇപ്പൊ നിങ്ങൾക്ക് സാന്താക്ലോസ് ഇങ്ങനെ കുതിരവണ്ടിയുമ്പോ ഇങ്ങനെ ജിംഗിൾ ബെൽസ് സൗണ്ട്, അത് തന്നെ, അല്ലെ, അത് തന്നെ, അല്ലെ. അപ്പൊ ആ കുതിരവണ്ടിയുമ്പോ ഇങ്ങനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. കുടിയന്മാരായിട്ടുള്ള ആളുകൾ കുതിരവണ്ടിയുമ്പോ ഇങ്ങനെ ബെല്ലൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ആ മെയിൽ ബോക്സ് ഇങ്ങനെ കൊണ്ടുപോകും. വാങ്കാറൻ ആസ് ഫാസ്റ്റർ ദാൻ നിയറസ്റ്റ് ലെറ്റർ ബോക്സിലെ എത്രയും പറ്റുന്ന അത്രയും സ്പീഡിൽ അവൻ എന്ത് ചെയ്യാണ്? ലെറ്റർ ബോക്സിന്റെ അടുത്ത് എത്താണ്. ഡ്രോപ്ഡ് ഹിസ് പ്രീഷ്യസ് ലെറ്റർ ഇൻ ടു ഇറ്റ്സ് സ്ലിറ്റ്, അല്ലെ. സ്ലിറ്റ് പറഞ്ഞാല് ചെറിയ വിടവാട്ടോ. ആ വിടവിന്റെ ഉള്ളിലൂടെ അവന്റെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള, അത്രയും അമൂല്യമായിട്ടുള്ള, ആ വിലപ്പെട്ടിട്ടുള്ള അവന്റെ ആ ലെറ്റർ അവൻ എന്ത് ചെയ്യാണ്? അതിന്റെ ഉള്ളിലോട്ട് ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ. ആൻഡ് ഹവർ ലെറ്റർ, കുറച്ച് ഒരു ഹവറിന് ശേഷം, 1 മണിക്കൂറിനൊക്കെ ശേഷം, ലല്ലഡ് ബൈ റോസി ഹോപ്സ്, അവൻ എന്ത് ചെയ്യാണ്? സുന്ദരമായിട്ടുള്ള പ്രതീക്ഷകൾ നിറഞ്ഞിട്ടുള്ള സ്വപ്നം കണ്ട് അവൻ ഇങ്ങനെ മയങ്ങി പോവാണ് കേട്ടോ. ആൻഡ് ഹി വാസ് ഫാസ്റ്റ് അപ്ലൈസ്, അല്ലെ. സുന്ദരമായ സ്വപ്നങ്ങളൊക്കെ അവൻ ഇങ്ങനെ സ്വാധീനിക്കുകയാണ്, അല്ലെ. അത് സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടിട്ട് അവൻ എന്ത് ചെയ്യാണ്? ഉറക്കത്തിലോട്ട് പോവുകയാണ്. ആൻഡ് ഹി ഡ്രീംഡ് ഓഫ് എ സ്റ്റവ്, ഉറക്കത്തിൽ അവൻ എന്ത് കാണാണ്? ഒരു സ്റ്റവ് കാണാൻ കേട്ടോ മക്കളെ. നമ്മളൊക്കെ അവിടെ തന്നെ അടുപ്പില്ല, അതിനാണ് സ്റ്റവ് എന്ന് പറയുന്നത് കേട്ടോ. ഓൺ ദ സ്റ്റൗ ലെഡ്ജ്, ആ ഒരു സ്റ്റൗ ലെഡ്ജ് ഉണ്ടല്ലോ, ഇങ്ങനെ അടുപ്പൊക്കെ നമ്മളിങ്ങനെ, നമ്മുടെ അടുപ്പ് കിച്ചണിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അല്ലെ, തീയൊക്കെ കത്തിക്കുന്ന ആ ഒരു ഭാഗം പോലെയാണ് ഊഹിച്ചാൽ മതി കേട്ടോ. അവിടെ എന്തുണ്ട്? അതിന്റെ അരികിലായിട്ട് സ്റ്റവ് ലെഡ്ജിന്റെ, അല്ലെ, സ്റ്റവിന്റെ അരികിലായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഹിസ് ബയർ ഫീറ്റ് ആംഗ്ലിംഗ്, അല്ലെ, കാലുമ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല, അല്ലെ, കിച്ചണിലാണല്ലോ, അല്ലെ. അപ്പോ ചെരുപ്പൊന്നും ഇടാതെ കാലൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ സ്റ്റവിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്ന മുത്തശ്ശനെ കാണുന്നുണ്ട്. റീഡിങ് ദ ലെറ്റർ ടു ദ കുക്സ്, എന്നിട്ട് എന്താ മുത്തശ്ശൻ ചെയ്യുന്നത്? അവന്റെ ഈ കത്ത് മുത്തശ്ശന് കിട്ടിയിട്ടുണ്ട്. ആ കത്ത് മുത്തശ്ശൻ ഇങ്ങനെ അവിടുത്തെ കുക്കിന് ഇങ്ങനെ വായിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ സ്വപ്നം മാത്രമാണ്. ആൻഡ് he was walking backward and forward in front of the stove, and അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്റ്റവിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലെറ്റർ ഒക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. ആൻഡ് വാഗിങ് ഹിസ് സ്റ്റൈൽ, ആരുണ്ട്? സോറി, ഈലാട്ടോ. ഈൽ വാസ് വാക്കിംഗ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റവ്, അല്ലെ. നമ്മുടെ ഡോഗ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. വാഗിങ് ഹിസ് സ്റ്റൈൽ, അവന്റെ ബാലിങ്ങനെ ആട്ടിക്കൊണ്ട്. ഓക്കെ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഇവി ലിബ്നോ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. ക്ലിയർ?
അപ്പൊ ഇത്രയുമാണ് അല്ലെ വാങ്ക എന്ന് പറയുന്ന സ്റ്റോറി അല്ലെ. മനോഹരമാണ്, എന്നാൽ എന്തൊക്കെയോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെ. ആർക്കും ഇങ്ങനെയൊന്നും വരുത്തരുത് എന്ന് നമുക്ക് തോന്നുന്ന ടൈപ്പിലൊരു സ്റ്റോറി അല്ലെ. അതുപോലെ ആ ലെറ്റർ ഒന്ന് കറക്റ്റ് അഡ്രസ് ചെയ്താൻ പറ്റിയ ആ മുത്തശ്ശന്റെ അടുത്ത് ഒന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നു അല്ലെ. ഞാനൊക്കെ ഈ സ്റ്റോറി ആദ്യം കേൾക്കുന്ന സമയത്തൊക്കെ ഞാനും ആയാലും ആരായാലും ഒന്ന് ചിന്തിച്ചു പോകും അല്ലെ. ഇങ്ങനെ ഒറിജിനലി ഒരു ആളുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുക മാത്രമല്ല, ആ ലെറ്റർ എത്തിയിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ട് അനുഭവം നമുക്ക് അവരുടെ അത് ചെയ്യുന്ന ആളുകളോടൊക്കെ നമുക്ക് ദേഷ്യമൊക്കെ തോന്നും അല്ലെ. അത്രയും വളരെ ഹാർട്ട് ടച്ച് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ സ്റ്റോറിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.